ഈ വീഡിയോക്കകത്ത് ഞാൻ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് മന്തി സ്പോട്ട് ഏതാണ് കണ്ടുപിടിക്കാൻ പോകുക. കഴിഞ്ഞ പ്രാവശ്യം ബെസ്റ്റ് ബിരിയാണി എന്നും പറഞ്ഞിട്ട് ഞാൻ ഏകദേശം 5-6 ജില്ലയിൽ പോയുള്ളൂ. അത് നികത്താൻ വേണ്ടി നമ്മൾ ഇപ്രാവശ്യം 14 ജില്ലയും പോകും. തുടക്കം കുറിക്കുന്നത് കാസർഗോഡ് വെച്ചാണ്. എൻ്റെ സ്ഥലം ആലപ്പുഴ. അവിടുന്ന് ഏകദേശം ഒരു 12 മണിക്കൂർ ഓട്ടം കഴിഞ്ഞിട്ട് ഞാൻ കാസർഗോഡിൽ ഇരിക്കുക. അപ്പോൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ സ്റ്റോറി ഇടും. സ്റ്റോറിക്കകത്ത് ചോദിക്കാൻ പോകുന്നത് കാസർഗോഡിൽ ഏറ്റവും ബെസ്റ്റ് മന്തി സ്പോട്ട് ഏതാണ്, ആ കടയും കടയുടെ ലൊക്കേഷൻ. വേറൊരു ജില്ലയൊന്നുമില്ല, ഈ കാസർഗോഡിൽ മാത്രം ആദ്യം നമ്മൾ മേടിക്കും. അങ്ങനെ കുറേ റിപ്ലൈസ് എനിക്ക് വന്നിട്ടുണ്ട് ഓൾറെഡി. സ്റ്റോറിയൊക്കെ ഇട്ട് അതിൽ നിന്ന് ഏറ്റവും കോമൺ ആയ ഏത് റെസ്റ്റോറൻ്റ് ആണ് അത് ഞാൻ എടുക്കും. അവിടെ പോയി നമ്മൾ മന്തി ട്രൈ ചെയ്യും. അതിന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ക്വാളിറ്റിയിലും ടേസ്റ്റിലും, ഈ രണ്ട് കാര്യത്തിൽ. പ്രൈസിങ് എനിക്ക് തോന്നുന്നു പ്രൈസ് നമ്മൾ ഇപ്രാവശ്യം അങ്ങനെ ലിമിറ്റേഷൻ വെക്കുന്നേ ഇല്ല. ക്വാളിറ്റിയും ടേസ്റ്റ് അത്രേ ഉള്ളൂ. ഞാൻ മന്തി തന്നെയല്ലേ പറഞ്ഞത്, വേറൊന്നും അല്ലല്ലോ. അക്ഷരം മാറിപ്പോയാ. ചില ആൾക്കാർ വേറെയൊക്കെ അയച്ചു തരുന്നു എനിക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് ഏറ്റവും കോമൺ ആയിട്ടുള്ളത് അൽ ഷമി മന്തിയാണ്. അൽ ഷമി മന്തി ഇത് ഇവിടുന്ന് ഏകദേശം ഒരു 1/4 മണിക്കൂറുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഓൾറെഡി വിളിച്ച് ചോദിച്ച് ഇപ്രാവശ്യം അതൊക്കെ സെറ്റ് ആകാൻ വിളിച്ച് ചോദിച്ച് മന്തി ഉണ്ടാകുന്ന നോക്കിയിട്ടൊക്കെ പോകുന്നുള്ളൂ. അല്ല, അവിടെ എത്തിയിട്ട് മന്തിയില്ല എന്നുള്ള പരിപാടിയൊന്നുമില്ല. എല്ലാ സ്ഥലത്തും നമ്മൾ മന്തി കഴിച്ചിരിക്കും. ഒരു ക്വാർട്ടർ മന്തി മതിയല്ല, അത്രയൊക്കെ മതി. അതിൽ കൂടുതലൊക്കെ ഞാൻ അങ്ങനെ കഴിക്കണം. 14 മന്തി കഴിക്കണം ഇപ്രാവശ്യം. എല്ലാം വെൽ പ്ലാൻഡ് ഔട്ട്. അവിടെ എത്തിയിട്ട് മന്തിയൊക്കെ കഴിച്ച് സെറ്റാവും. ഏകദേശം ഇത് ഫുൾ വീഡിയോ ചെയ്യുമ്പോൾ ഒരു 2000 കിലോമീറ്റർ ഞാൻ ഓടിക്കാണ്. എന്നുവെച്ചാൽ ഒരു കേരളം ഫുള്ളും കറങ്ങി കാണും. കേരളം ഫുള്ളും കറങ്ങിയെന്ന് വെച്ചാൽ ഡൽഹി വരെ പോകാനുള്ള ദൂരമുണ്ട് 2000 കിലോമീറ്ററിലൊക്കെ പറയുമ്പോൾ. നമ്മൾ ഫസ്റ്റ് ലൊക്കേഷനിലോട്ട് എത്തി കേട്ടോ. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ കുറച്ചുകൂടി ഒന്ന് റിപ്ലൈസ് നോക്കിയപ്പോൾ ഈ കടനെക്കാട്ടിയും കൂടുതൽ വേറൊരു കടയാണ് കാണിക്കുന്നത്. എന്നാലും ഞാൻ ഫസ്റ്റ് ലൊക്കേഷനിൽ എത്തി. നടക്കുന്നു എന്തുകൊണ്ട് എൻ്റെ പേര് ഞാൻ പേര് പറഞ്ഞതിലാണ്. അൽ ഷമി മന്തി റെസ്റ്റോറൻറ്റ്. ഞാൻ അറബിയാണെന്ന് വിചാരിച്ചു, വായിക്കാൻ പറ്റില്ല എനിക്ക്. ഇതാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത്, റഹ്മാനി എന്ന് പറഞ്ഞ്. കനങ്കാട്, റഹ്മാനി കനങ്കാട് ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്ന ഹോട്ടലിൽ തന്നെ നമ്മൾ പോകും. എന്നാലും ഇതല്ല ഏറ്റവും കൂടുതൽ, അപ്പോൾ ഞാൻ മാറ്റുക. എല്ലാവരും റെക്കമെൻഡ് കൂടി വന്നതുകൊണ്ട് ഞാൻ ആദ്യത്തെ കട മാറ്റി രണ്ടാമത്തെ കട റഹ്മാനി എന്നാണ് മേടിച്ചത്. റഹ്മാനിയിലെ ചിക്കൻ മന്തി എൻ്റെ ഇരിക്കുന്നത്. ഇത് കഴിച്ചിട്ട് ഞാൻ ഇതിന് എങ്ങനെ ഉണ്ടെന്ന് പറയാം. അല്ല, പറയാൻ പറ്റില്ലല്ലോ. ഇത് കുറച്ച് ഏറെ ഉണ്ടോ. എന്തോ ഇത് ചോറ് മാത്രമേ ഉള്ള. എനിക്ക് അത്രയും ചോറ് വേണ്ട, ഞാൻ എത്ര എടുക്കുന്നുള്ളൂ. അത് ബാക്കി ഞാൻ വല്ല രാത്രിയിൽ നിന്ന് കഴിച്ചോളാം. ഇത് അൽഫാം മന്തിയാണ്. എൻ്റെ അടുക്കെ നോർമൽ മന്തി അങ്ങനെ നിങ്ങൾ ഒന്നും പറഞ്ഞു. നോർമൽ മന്തി ചിക്കൻ മന്തി എന്നേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇതൊക്കെ മതി, ഇറങ്ങി വാ. അപ്പോൾ നമുക്ക് ഇതും മയനീസുമായിട്ട് മിക്സ് ചെയ്ത് കഴിക്കാം. മയനീസ് എനിക്ക് സാധാരണ കഴിക്കാറില്ല, പക്ഷെ മന്തിയുടെ കൂടെ ആയതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. മന്തിക്ക് മയനീസ് ഇല്ലെങ്കിൽ സെറ്റ് ആകത്തില്ല. ഇത് ആരോ തുറക്കാണ്ടിരിക്കാൻ വേണ്ടി കെട്ടിവെച്ചാണെന്ന് കേട്ടോ. ഇപ്പോഴൊന്നും കഴിക്കണ്ടേ ഇത്. എന്താ ഇത്? ഓ ഫൈനലി. ഇത് ഇനി ഒരു യുദ്ധമായിരിക്കുമെന്ന് അറിയത്തില്ല. കുറച്ച് എക്സ്ട്രാ ആയിരിക്കട്ടെ, കുഴപ്പമില്ല. ബോയ്സ്, അപ്പോൾ ഇതാണ് റഹ്മാനിയിലെ ചിക്കൻ മന്തി, അൽഫാം മന്തി. ചൂട് കുറവാണ്, കുഴപ്പമില്ല. കഴിച്ച മന്തികൾ വെച്ച്, ഇതുവരെ കഴിച്ച മന്തികൾ വെച്ച് ഐ തിങ്ക് ആക്ച്വലി നൈസ്. ഇവിടെ ചിക്കനും നല്ല സോഫ്റ്റ് ആട്ടോ. ഇത് ഞാൻ ബാക്കിയുള്ള ചോറും കൂടി കഴിച്ചേനെ. വേണ്ട കൂടുതൽ ആക്രാന്തം കാണിച്ചാൽ പിന്നെ നടക്കില്ല. ഇനിയും 13 മന്തി കഴിക്കാനുള്ളതാണ് എനിക്ക്. അപ്പോൾ ഇതെന്തായാലും ഞാൻ ഫിനിഷ് ചെയ്യട്ടെ കേട്ടോ. ഫസ്റ്റ് റെസ്റ്റോറൻറ്റ് ഒരു ബേസ് ലൈൻ ഇല്ലാത്തതുകൊണ്ട് സ്കോർ ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ കഴിക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. ബോയ്സ്, അപ്പോൾ ഫസ്റ്റ് മന്തി കഴിഞ്ഞു. ടേസ്റ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടു ബി ഓണസ്റ്റ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ റിവ്യൂ ചെയ്യാനടുത്ത് കുറച്ച് ബുദ്ധിമുട്ട് ടേസ്റ്റ് പറയാൻ. 1-2 ഐറ്റം ഉണ്ടായിരുന്നു, എല്ലാം കൂടി അങ്ങോട്ടും കമ്പയർ ചെയ്യുക. അതുകൊണ്ട് ഇത് കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല. അപ്പോൾ നമുക്കൊരു 7 വെച്ച് തുടങ്ങായത്. അടുത്തത് വല്ലതും കഴിച്ചിട്ട് എനിക്ക് കുറച്ച് കൂട്ടാൻ മതി, അത് കൂട്ടും. എന്ന് വെച്ചാൽ ഫുൾ ലിസ്റ്റിനകത്ത് പിന്നെ ലാസ്റ്റ് വന്ന് വല്ലതും കൂട്ടാൻ ഞാൻ കൂട്ടാം. ഇപ്പോൾ തൽക്കാലം എനിക്ക് 7 നല്ല മന്തിയായിരുന്നു. ക്വാളിറ്റി എന്ന് വെച്ചാൽ ചിക്കൻ്റെ ക്വാളിറ്റി ആയാലും അൽഫാമിൻ്റെ ക്വാളിറ്റി ആയാലും ഓവറോൾ മയനീസും എല്ലാത്തിനും വേണ്ടി നോക്കിയാൽ ഐ വുഡ് ഗിവ് ഇറ്റ്. ചിക്കൻ നല്ലതായിരുന്നു കേട്ടോ. ചിക്കൻ പറയണം, നല്ല സോഫ്റ്റ് ആയിരുന്നു, നല്ല ഒരു ചൊവ അങ്ങനെ ഒന്നുമില്ല. നല്ല ചിക്കനായിരുന്നു, വെന്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാം ചിക്കൻ പക്കയാണ്. അപ്പം അതെല്ലാം കൂടി കൂട്ടി എന്തൊക്കെ സാധനം കൊണ്ടെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഐ വുഡ് ഗിവ് ഇറ്റ് ക്വാളിറ്റി വൈസ് ഓൾസോ. മയനീസ് എനിക്ക് ഓക്കെ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ പറയാം ഇത് ഒരു 7, 2 7. അപ്പോൾ 20 നമുക്കിത് കിട്ടിയിരിക്കുന്നത് 14. അപ്പോൾ എന്നെ കറൻ്റ്ലി ബെസ്റ്റ് മന്തി ഇൻ കേരള കാസർഗോഡ് റഹ്മാനിയിലാണ്. ഒരേ ഉള്ള ലിസ്റ്റിലാണ്. അപ്പോൾ അടുത്ത ഡിസ്ട്രിക്റ്റിലോട്ട് പോകാം, കണ്ണൂർ. നമ്മൾ രണ്ടാമത്തെ ജില്ല കണ്ണൂരിൽ എത്തിയിരിക്കുകയാണ്. ഇനി കണ്ണൂരിലാണ് ഏറ്റവും ബെസ്റ്റ് മന്തി നമുക്ക് അറിയത്തില്ല, അത് കഴിച്ചേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ സ്റ്റോറി ഇട്ടപ്പോൾ എനിക്ക് കുറേ റിപ്ലൈ വന്ന്. ഇപ്രാവശ്യം കാസർഗോഡ് കുറച്ച് മെനക്കെണ്ടെന്ന് വെച്ചാൽ കുറേ റിപ്ലൈ വന്നിട്ടാണ് ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പറ്റിയത്. കണ്ണൂരിൽ റിപ്ലൈ ഇട്ടതും ഭൂരിഭാഗം എല്ലാവരും പറഞ്ഞ മന്തിക്ക് വേണ്ടി സൗദി ഷവായ എന്നാണ്. ഞാൻ അവിടെ പോയി, എല്ലാം കാണാൻ ഒരു നീലച്ച ലുക്കുണ്ടെങ്കിലും കട കുഴപ്പമില്ല, ആംബിയൻസ് ഒക്കെ ആയിരുന്നു. രാത്രി അവിടെ എത്തി ഞാൻ.
കുറേ ചിക്കൻ കിടന്ന് കറങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ആൾക്കാർക്ക് എന്നെ നല്ല പരിചയമുള്ളതുകൊണ്ട് അമ്മമാരൊക്കെ പറഞ്ഞില്ല, അമ്മമാർ തന്നെ അകത്ത് പോയി ഓർഡർ ചെയ്ത് അമ്മമാർ തന്നെ എനിക്ക് എടുത്ത് തന്ന് എനിക്കിപ്പോൾ അപ്പം തന്നെ കിട്ടി. ഇരുന്ന് കഴിക്കാൻ എൻ്റെ ചോദിച്ചു, പക്ഷേ നമുക്ക് കാറുണ്ടല്ലോ, നമ്മളെന്തിന് നമ്മൾ കാറിക്കൊണ്ട് കാറിൽ ഇരുന്ന് കഴിക്കട്ടെ. അപ്പോൾ ഇതാണ് ഐറ്റം. എല്ലാം നീലയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാണ് അവർക്ക് ഫുൾ തീം നീലയാണ്. നീല കവറ്, ബാക്കി നീല ചിക്കൻ അല്ല, അതൊക്കെ നോർമലാണ്. പക്ഷെ എന്തായാലും നമുക്കിത് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടാ. സെക്കൻഡ് ബെസ്റ്റ് ഷവായ ആണോ അല്ലെങ്കിൽ ഫസ്റ്റ് ഷവായ ആവോ? 2 മണിക്കൂർ മുമ്പാണ് മന്തി കഴിച്ചത്, എല്ലാം എങ്ങോട്ട് പോകുന്നാവും. ഞാൻ ഇത് ഫുൾ ചോറൊന്നും കഴിക്കാൻ പോകുന്നില്ല കേട്ടോ, ഇത് കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഡ്രൈവ് ചെയ്യുന്നതൊക്കെ ഷോവുക. കം ഓൺ, ലെറ്റ്സ് സീ ഹൗ ഇസ് ദ റൈസ്. കൊള്ളാലോ, എനിക്ക് വയ്യ. ഇത് വെറും ബിരിയാണിയുടെ സ്മെല്ലല്ല, മന്തി എന്ന് പറഞ്ഞിട്ട് ബിരിയാണി റൈസാണ്. കുറച്ചുകൂടി പോരട്ടെ, പോരട്ടെ. ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ ഞാൻ കുറച്ചേ കഴിക്കുന്നുള്ളൂ. ഞാൻ കഴിച്ചിട്ട് പോലും കേട്ടാ, എനിക്ക് എന്തൊക്കെ തോന്നി തുടങ്ങുന്നു. ഒരു ഫുഡിൻ്റെ മണം കാരണം എന്തൊക്കെ തോന്നണമെങ്കിൽ എൻ്റെ മെയിൻ ഇതെന്തായാലും എനിക്ക് വേണം. അപ്പോൾ എന്തായാലും നമ്മൾ ചോറ് ഒരു 3/4 എടുത്തിട്ടുണ്ട്. 3/4 പകുതി കൂടുതൽ. എനിക്ക് സ്കോർ ഇപ്പം തന്നെ മനസ്സിലായി, ഞാൻ ചിക്കൻ കഴിച്ചിട്ട് പോലും ഇല്ല. ഞാൻ വണ്ണം വെക്കുമല്ലോ, പക്ഷെ ഞാൻ വണ്ണം വെക്കാനാണ് നോക്കുന്നത്. എന്നാലും ഇതിന് കൊടുക്കാൻ പോകുന്ന സ്കോറ് എനിക്ക് കുറച്ച് നല്ല കൊടുക്കണമെന്നുണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഇനി ഇതിനെക്കാട്ടി നല്ലതുണ്ടോ, പെട്ടെന്ന് കയറി ചാടി കൂടി നല്ല സ്കോർ കൊടുക്കണോ എന്നുള്ള ചിന്തയിലാണ് ഇപ്പോൾ. ഒരു മിസ്റ്റേക്ക് പറ്റിയത്, ചിക്കൻ ക്വാർട്ടറല്ല മേടിക്കേണ്ടത്, ഒരു ഫുൾ ചിക്കനും ക്വാർട്ടർ മന്തിയും അതാണ് ചെയ്യേണ്ടത്. എന്തായാലും അത് കഴിച്ചു തീർക്കട്ടെ, എൻ്റെ റിവ്യൂ പറയാം. ഫൈനൽ ബൈറ്റ് ബോയ്സ്. അപ്പം റിവ്യൂ ചെയ്യേണ്ട സമയത്തിരിക്കുകയാണ്. സൗദി ഷവായക്ക് സത്യം പറയുകയാണത് ബിരിയാണി അരി ആണോ എന്ന് എനിക്ക് ചെറിയ ഡൗട്ടുണ്ട്. അത് ബിരിയാണി അരി ആണെന്ന് തോന്നുന്നു, ഈ മന്തി അരി ആണോ അത്? കഴിച്ചിട്ട് സ്മെല്ലൊക്കെ ബിരിയാണിയുടെ, അതാണ് എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടത്. മന്തി ഇഷ്ടമാണ്, എന്നാലും ബിരിയാണി കുറച്ചുകൂടി ഇഷ്ടമാണെന്ന് തോന്നുന്നു. എങ്ങനെ പോയാലും ഐ വുഡ് സേ ബിക്കോസ് ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് ബിരിയാണി അരിയായിട്ട് കുറച്ചുകൂടി സാമ്യം കൂടുതലാണ്. എനിക്ക് ഡൗട്ടാണ്, മനസ്സിലായി. എന്തായാലും ടേസ്റ്റിന് ഐ വുഡ് ഗിവ് ഇറ്റ് 8, ക്വാളിറ്റിക്ക് ഐ വുഡ് ഗിവ് ഇറ്റ് 8. അപ്പോൾ നമ്മൾ ടോപ്പ് സ്കോറർ, ലെറ്റ്സ് ഗോ സൗദി ഷവായ അറ്റ് ദ ടോപ്പ്. കം ഓൺ, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, ആരെങ്കിലും റൗണ്ട് ഓഫ് അപ്ലോസ്. ചെയ്യാൻ ഞാൻ അടുത്ത ജില്ലയിൽ പാടാം. അടുത്ത് എത്തിയത് വിൽട്ടൺ റെസ്റ്റോറൻറ്റ് വയനാടായിരുന്നു. ഞാൻ രാവിലെ ഇറങ്ങിയതാ, പക്ഷേ അവിടെ എത്തി വന്നപ്പോൾ രാത്രിയായി. നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഒറ്റയടിക്ക് അകത്തോട്ട് കയറി മന്തി ഓർഡർ ചെയ്യുന്ന വിചാരിച്ചത്. പക്ഷേ അവർക്ക് സെപ്പറേറ്റ് സെഷൻ ഉണ്ട് ടേക്ക്. ഞാൻ അവിടെ ബില്ലടിച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് എനിക്ക് അവസാനം ഫുഡ് കിട്ടി. വയനാട്ടിൽ അങ്ങനെ കുറേയേറെ മന്തിസ് പ്ലേസ് അങ്ങനെ കോമൺ ആയിട്ടുള്ള ഇല്ലായിരുന്നു. ഞാൻ സ്റ്റോറി കിട്ടുകയായിട്ട് കുറേ ആൾക്കാരും പറഞ്ഞ വിൽട്ടനും പിന്നെ 1-2 സ്ഥലങ്ങളാണ് അതിന് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ടുള്ള സ്ഥലമാണ് എടുക്കുന്നത്. അതല്ല, ഞാൻ അവിടെ ആൾക്കാർക്കെങ്കിലും തിരക്കി നോക്കി, പക്ഷേ വിൽട്ടനാണ്. അല്ലാതെ സ്പെസിഫിക് മന്തി സ്പോട്ട് എന്ന് പറയാൻ കുറേ ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ വിൽട്ടൻ്റെ മന്തി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ മേടിച്ചിരിക്കുന്നത് എന്തുവാണ്, ബുഹാരി വിത്ത് അൽഫാം ക്വാർട്ടർ മന്തി കേട്ടാ. ബുഹാരി എന്ന് പറഞ്ഞ ക്വാർട്ടർ മന്തിയാണ് മേടിച്ചിരിക്കുന്നത്. എന്തായാലും കഴിച്ചൊരു സെറ്റായിട്ട് മോനെ. രാത്രിയായി ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഇത് മേടിക്കാൻ വേണ്ടി. രാവിലെ ഇറങ്ങിയതാണ്, എങ്ങനെ രാത്രിയാണെന്ന് അറിയത്തില്ല. നമുക്കപ്പോൾ എന്തായാലും വയനാട് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി വേറെ വല്ല ഉണ്ടായിരുന്നു എനിക്ക് കാണാൻ പറ്റാഞ്ഞാണെങ്കിൽ എന്തായാലും നിങ്ങൾ അറിയിച്ചില്ല, എൻ്റെ പറ്റുമല്ല. ഞാൻ റീലിട്ടായിരുന്നു, പറഞ്ഞായിരുന്നു, ആരും പറഞ്ഞില്ലാത്തതുകൊണ്ട് ഇത് പറഞ്ഞതാണ്. ഞാൻ അവിടെ നിന്ന് മേടിച്ച്. നല്ല പാക്കിംഗ് ആണല്ലോ, സ്മെല്ലും നല്ലത്. സ്പൂണും സോസൊക്കെ ഉണ്ടല്ലോ മോനെ. ക്വാളിറ്റിക്ക് ഞാൻ എവിടെയെങ്കിലൊക്കെ എത്തുമെന്ന് തോന്നുന്നു. പാക്കേജിങ് ഒക്കെ മോനെ നൈസ്. അതെ, ഗ്രീൻ ചട്നി. ഇത് മറ്റേ സാലഡാണ്. ഇത് മുളകിൻ്റെ മറ്റേ മധുരവും ഉപ്പുമായിട്ടുള്ള സംഭവമാണ്. എന്തായാലും എനിക്ക് ഇഷ്ടമുള്ളതാണെന്ന് മനസ്സിലായി, കഴിക്കാതെ തന്നെ. പിന്നെ മയനീസ് ഫുള്ളും കഴിക്കട്ടെ ഞാൻ. ഇത് ബിരിയാണി അല്ല കേട്ടോ, ഇത് മന്തി റൈസ് തന്നെ. കുറച്ച് മഞ്ഞ കളറുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്നത് ആരാണ്? സൗദി ഷവായ. അതിനെ വെട്ടിക്കാൻ പറ്റുമോ? നമുക്ക് ഇങ്ങനെ തന്നെ പ്ലേറ്റിനകത്ത് തന്നെ കഴിക്കാം. ചിക്കൻ എങ്ങനെ ഉണ്ടോ നോക്കട്ടെ. അൽഫാമിൻ്റെ ടേസ്റ്റ് അല്ല, വലിയ പറയാനായിട്ടുള്ള ഒന്നുമില്ല ചിക്കനകത്ത്. നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഈ സലാഡ് കുറച്ച് ഒഴിക്കാം, കുറച്ച് ഇറങ്ങിക്കട്ടെ. എനിക്ക് വയ്യ, കണ്ടില്ലേ, കിടിലാണെന്ന് തോന്നുന്നു. കൊള്ളാം. എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞോ ഇങ്ങനെ ഉണ്ടെന്ന് വേണ്ട. ഇപ്പോൾ വേറെ ടേസ്റ്റ് ആവൂല.
സാധനമെല്ലാം ഇട്ട് കഴിഞ്ഞപ്പം നൈസാ. ആ മുളകിന് എരിവുമില്ല. ഓ എരിവുണ്ടല്ലോ. ഓ എരിവ്. എനിക്ക് ആഹാരം കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ട്. ജസ്റ്റ് ചിക്കന് വലിയ പറയാനായിട്ടൊന്നുമില്ല. ഇതിപ്പോൾ മന്തിയുടെ ടേസ്റ്റാണോ വേറെ ടേസ്റ്റാണോ? ഓ ഓ ഓ എരി നല്ല ഇതുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ആ എരിവ് പിന്നെ കഴിച്ചുകൊണ്ടാണ് വേറെ കാര്യം. മന്തിയുടെ ടേസ്റ്റ് പറയുന്നതിന് മുമ്പേ ക്വാളിറ്റി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വുഡ് ഗിവ് ഇറ്റ് 7. ഇറ്റ് വാസ് ഗുഡ്. ഇറ്റ്സ് നോട്ട് ഗ്രേറ്റ്, ഇറ്റ് വാസ് ഗുഡ്. ടേസ്റ്റ് ആണ് ഒരു എന്ന കാര്യത്തിൽ ഞാൻ എന്ത് പറയണമെന്ന് വെച്ചാൽ അതിനകത്ത് മുളകൊക്കെ തള്ളിക്കയറ്റി ഞെരടി വെച്ചുകൊണ്ടാണ് എനിക്ക് മുളകിൻ്റെ ടേസ്റ്റ് കൂടുതലും വന്നത് മന്തിയുടെ ടേസ്റ്റിനെക്കാട്ടിലും. അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അത് ശരിയല്ല. അപ്പം ആ രീതിയിൽ ഞാൻ എൻ്റെ ടേസ്റ്റിന് കൊടുക്കുന്നത് 6. 6ഉം 7ഉം 13 സ്കോർ അറ്റ് ദ ബോട്ടം ഓഫ് ദ ലിസ്റ്റ് കറന്റ്ലി ഇൻ ടോപ്പ് ബെസ്റ്റ് കേരള മന്തീസ്. എൻ്റെ ബയസ്ഡ് ഒപ്പീനിയനകത്തുള്ള ലിസ്റ്റിൽ തൽക്കാലം എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ എന്തായാലും വിൽസ്റ്റൺ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. എൻ്റെ ബയസ്ഡ് ലിസ്റ്റിനകത്ത് പൊക്കത്ത് വരിക. അപ്പോൾ അടുത്ത ജില്ല കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മന്തിക്ക് ഫേമസ് എന്ന് പറഞ്ഞത് സൂഫി മന്തിയാണ്. അവിടെ എത്തിയിരിക്കുക ഞാൻ. കുറേയേറെ തിരക്ക് നോക്കി, ആവശ്യത്തിലധികം തിരക്കുണ്ട് അവിടെ. വേറെ എവിടെയോ കാറ് പാർക്ക് ചെയ്ത് വരുവാ ഞാൻ. മോനെ ചോദിക്കരുത്. ഇവിടെ നല്ല തിരക്കം കേട്ടോ. ഇവർ പറയുന്ന അകത്ത് ആൾക്കാർ ഇതിൽ കൂടുതൽ തിങ്ങി കിടക്കേണ്ടതാണ്, ഇന്ന് കുറവാണെന്ന്. അവിടെ പുറത്തൊക്കെ ക്യൂവാ ഡൈനിങ് ചെയ്യാൻ വേണ്ടി. ഞാൻ അറിയുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ഫൈനലി നമ്മൾ കോഴിക്കോടിലെ ഏറ്റവും ഫേമസ് ആയ സൂഫി മന്തി ട്രൈ ചെയ്യാൻ പോവുകയാണ്. എൻ്റെ എക്സ്പെക്ടേഷൻ എല്ലാം ഒടുക്കത്തെ ഹൈ ആണ്. അടുത്ത് ഒടുക്കത്തെ ഏറെ ചോറുണ്ടല്ലോ ഇതിനകത്ത്, പക്ഷേ മന്തി ഉണ്ടല്ലോ ഇതിനകത്ത്. ഈ സൂഫി ആൾക്കാർ മന്തി ചെയ്യും. ഇതെന്താണ് ഇത്രയും മന്തി? ഇത്രയൊക്കെ ആര് കഴിക്കാനാണ്? എനിക്ക് എല്ലാ ജില്ലയിൽ നിന്ന് മന്തി കഴിക്കാനുള്ളതാണ്. ഇതൊക്കെ കഴിച്ചിട്ട് ഞാൻ എങ്ങനെ പോകും? പെരി മന്തിയാണ് ഞാൻ കോട്ടെടുത്തിരിക്കുന്നത്. ഇതല്ലാതെ മയനീസും എന്തോ ഉള്ളതിനകത്ത് നമ്മൾ കാണിക്കിട്ട് എന്താ ഇവർ ചെയ്യുമ്പോൾ 2 മയനീസിൻ്റെ ഡപ്പിയൊക്കെ. കൊള്ളാം. എന്തായാലും നടക്കട്ടെ. നമുക്ക് കുഴപ്പമില്ല, നമ്മൾ കഴിക്കുന്നതെല്ലാം. എന്ത് ചൂട്! എനിക്ക് പിടിച്ച് വെക്കാൻ പറ്റുന്നില്ലടേ. എനിക്ക് പ്ലേറ്റിലോട് ഇടാൻ പറ്റുന്നില്ല. എന്ത് ചൂട്! ഒരു എക്സ്ട്രാ പ്ലേറ്റും കൂടി ഞാൻ അവരെ കൊണ്ട് പറഞ്ഞായിരുന്നു, എനിക്ക് കഴിയേണ്ടി വരത്തില്ലല്ലോ. അപ്പം മന്തി റൈസ് ഇതേണ്ട് നല്ല വലിയ ചോറിൻ്റെ അരികളാണ്. മണിയാണ് എന്താ പറയുന്നത്, എന്തൊക്കെ പറയും. നിങ്ങൾ ജാർഗൻസ് ഒന്നും ഫോക്കസ് ചെയ്യാതെ ടേസ്റ്റ് മാത്രം ഫോക്കസ് ചെയ്യുക. ഹെവി സ്മെല്ല് വരുന്നു. ഒരു ക്വാർട്ടർ മന്തിക്ക് അത് ഇത്രയും ചിക്കനാ? ഇതുവരെ കിട്ടിയ ചില ചിക്കന്മാരൊക്കെ വെറും ഒട്ടും ഇല്ലായിരുന്നു. അത് വെച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കുറേ ഉണ്ട്. മയനീസ് ഇടണം ആദ്യം. അല്ല, അതിന് നമുക്ക് മന്തി റൈസ് ഡയറക്റ്റ് ടേസ്റ്റ് ചെയ്യാം. ഐ ഗെറ്റ് ഇറ്റ്. ഇപ്പോൾ മനസ്സിലായി. ചിക്കൻ ആയിട്ട് നോക്കട്ടെ. കുറേ ചിക്കൻ കഴിക്കട്ടെ. എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും തിരക്കുന്ന ഉണ്ടാക്കി എരിവ് കയറി. നമുക്ക് ബെസ്റ്റ് മന്തി ഇൻ കേരളം കിട്ടിയിരിക്കുകയാണ് ഇതുവരെയുള്ള ലിസ്റ്റിനകത്ത്. ഇതിനെ ടോപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും മോനെ. ഉപ്പൊക്കെ കറക്റ്റാ. മയനീസോടെ ട്രൈ കേട്ടോ. ഞാൻ മയനീസിനൊന്നും ആവശ്യമില്ല, വേണമെങ്കിൽ ചിക്കനായിട്ട് കഴിക്കും എളുപ്പത്തിൽ. തിക്കാണല്ലോ, തിക്ക് മയനീസ്. ക്രീമി. ഇതുവരെ കഴിച്ച മയനീസിനകത്ത് ഏറ്റവും നല്ല മയനീസാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതെനിക്കാണ് വലുതായിട്ട് മിക്കതൊന്നും ഇഷ്ടപ്പെടാറില്ല. ഇവരുടെ എങ്ങനെയാണെന്ന് നോക്കട്ടെ. മൈനസിനെ പുറത്തുനിന്ന് ഇടാം. ഹാൻഡ്സ് ഡൗൺ ബെസ്റ്റ് മന്തി അപ് ടിൽ നൗ. ഇതുവരെയുള്ളത് ഏറ്റവും ബെസ്റ്റ് മന്തി, തമാശയില്ല. ഐ ലവ് ദ റൈസ്, ഐ ലവ് ദ ചിക്കൻ, ഐ ലവ് ദ മയനീസ്. ഞാൻ വേണമെങ്കിൽ അതിനകത്ത് പെർഫെക്റ്റ് 10 കൊടുത്തേനെ. 10 ചിലപ്പോൾ ഇതിനെക്കാട്ടി നല്ല പോലെ ഉണ്ടാകുന്ന ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ 10 കൊടുക്കുന്നില്ല. ഞാൻ സ്കോർ പറയാം, ഒന്ന് കഴിച്ചു തീർക്കട്ടെ. എന്തായാലും മോനെ, ഈ മന്തിക്ക് ഞാൻ ടേസ്റ്റിന് ഐ വിൽ ഗിവ് ഇറ്റ് 9, ക്വാളിറ്റിക്ക് ഐ വിൽ ഗിവ് ഇറ്റ് 9. I would have given it 10, but I'm just hoping maybe there are better mandis, but this one is good. മന്തി കഴിക്കണമെങ്കിൽ ഇത് ഇവിടെ നിന്ന് മേടിച്ച് കഴിക്കും. ഇതുവരെ ഉള്ളതിൽ നൈസാ മോനെ, പറയേണ്ട ആവശ്യമില്ല. എൻ്റെ അപ്രൂവൽ ഉണ്ട്, ബയസ്ഡ് അപ്രൂവൽ ഉണ്ട്. 18 സ്കോർ കിട്ടി. എൻ്റെ ബയസ് ലിസ്റ്റിൽ ഏറ്റവും ടോപ്പിൽ എത്തിയിരിക്കുകയാണ് സൂഫി മന്തി. അപ്പോൾ 5ാമത്തെ ഡിസ്ട്രിക്റ്റ് ആയ അപ്പം മലപ്പുറത്ത് എത്തിയിട്ടുണ്ട്. മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് നെഹദി മന്തി, നെഹദി കുഴിമന്തി. പക്ഷേ എനിക്ക് തോന്നി മാത്രമാണ്. പക്ഷേ അകത്ത് കയറിയിട്ട് വലിയ തിരക്കില്ല ഇതിനകത്ത്. ഇനി വന്ന സമയം കാരണമാണ് എന്തായാലും ഫുള്ളും ഫ്രീ ആയിട്ട് അകത്തിരുന്നത്. അല്ലെ ഈ മന്തിക്കട അല്ലേ ഇപ്പോൾ. എന്നാലും നെഹദി എന്ന് പറഞ്ഞായിരുന്നു മലപ്പുറത്തുള്ള ഇതാ ഉള്ളത്. നെഹദീൻ്റെ കോഴിക്കോടുണ്ടായിരുന്നു, അവിടെ നിന്ന് ഞാൻ മേടിച്ചില്ല. അവിടെ നമ്മൾ സൂഫിയാണ് മേടിച്ചത്. ഞാൻ ഇത് മേടിച്ച് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ട്രാവൽ ചെയ്തപ്പോൾ പകുതി വഴിയായപ്പോൾ കഴിക്കുന്നത്.
അപ്പോൾ നമുക്ക് സമയം എടുത്തിരിക്കുകയാണ് നെഹദി മന്തി ട്രൈ ചെയ്യാൻ. ഇത് കേരളത്തിലെ അടുത്ത ടോപ്പ് ബെസ്റ്റ് മന്തി ആകുമോ? സംശയം ചെറുതായിട്ടുണ്ട് എനിക്ക്. സത്യം പറയാം, എനിക്ക് ഐ ജസ്റ്റ് വാണ്ട് ദ ഫുഡ് ടു ഗെറ്റ് ബെറ്റർ ആൻഡ് ബെറ്റർ. ഫുഡ് കിടിലമായിക്കൊണ്ടേ ഇരിക്കട്ടെ, എനിക്ക് കുഴപ്പമില്ല. ഇപ്പം പിന്നെ ഇത് ടോപ്പ് സ്പോട്ട് എടുക്കുവാണെങ്കിൽ അത്രയും നല്ലത്, എൻ്റെ വയറിന് അത്രയും നല്ലത്. എനിക്ക് ടോപ്പ് സ്പോട്ടിലുള്ള ഫുഡ് മാത്രം കഴിച്ചാൽ മതി. ഒരു തമിഴ് ബിരിയാണിയുടെ സ്മെല്ല് വരുന്നു, എന്താ അറിയില്ല. ഓഹോ, കുറേ ചോറുണ്ടല്ലോ. ഇറങ്ങി വരൂ ഇനിയും വരൂ, ഞാൻ കഴിച്ചോളാം. ഇവിടെ നിന്ന് നമ്മൾ പെരി പെരി മന്തിയാണ് ഓർഡർ ചെയ്തത്. അവരൊക്കെ ചോദിച്ചപ്പോൾ ഏത് മന്തി വേണമെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ പെരി പെരി കഴിഞ്ഞ എന്തുവാണ് സൂഫിക്ക് പെരി പെരി ഇല്ലായിരുന്നു, അപ്പം ഞാനിത് പെരി പെരി മേടിക്കാൻ വിചാരിച്ചു. ചിക്കൻ കുഴപ്പമില്ല, ഇത്ര കിട്ടാറുള്ളൂ സാധാരണ. പക്ഷേ സൂഫിയിൽ കുറച്ച് കൂടെ കിട്ടിയായിരുന്നു. പ്ലാസ്റ്റിക്കിനകത്തൊക്കെ മയനീസ്, ചെറുതായിട്ട് കരിഞ്ഞ ചിക്കനാണോ എന്നൊക്കെ എനിക്ക് ചെറിയൊരു ഫസ്റ്റ് ഇംപ്രഷൻ. കുഴപ്പം ആണോ അല്ലയോ? ഐ ഹോപ്പ് ഇറ്റ്സ് ഗുഡ് മാൻ. ഇതിനെക്കാട്ടി നല്ല മനുഷ്യൻ കഴിച്ചിട്ടുണ്ട്. എന്തോ പ്ലാസ്റ്റിക് തന്നുകൊണ്ടാണെന്ന് അറിയത്തില്ല. എന്നാൽ ലീക്ക് ആവുന്നുണ്ടാ? എന്താണ് കഴിക്കുന്നതിന് മുമ്പേ തന്നെ ഫുള്ളും അതായല്ലോ. മന്തി കുഴപ്പമില്ല, നല്ലതാ. കുറച്ച് ആ തക്കാളിയുടെ സ്ഥാനത്ത് കുറച്ച് പുളി എന്തോ കൂടുതലുണ്ട് അതിന്, എന്നാലും കുഴപ്പമില്ല. അല്ലേ, കരിഞ്ഞിട്ടുണ്ട് ചിക്കൻ ഇനി ഒരു അവാർഡൊന്നും ജയിക്കാൻ പോകുന്നില്ല. പക്ഷേ എന്തോ നമ്മൾ കഴിക്കുന്നതിന് മുമ്പേ ആ ഫുഡ് ഐറ്റം നമ്മളെങ്ങനെ എടുത്ത് കഴിക്കുന്നതെന്നും കൂടി ആ പ്രസൻറ്റേഷനും മാറ്റർ ചെയ്യും ഒരു പരിധി വരെയൊക്കെ. ഒരു ആവറേജ് മന്തി, ആവറേജ് കൂടുതൽ ഞാൻ കൊടുത്തേനെ ഈ ചിക്കൻ തന്നായിരുന്നെങ്കിൽ. ചിക്കൻ എന്തോ കരിഞ്ഞ ചിക്കൻ തന്നിരിക്കും എനിക്ക്. ഇതെന്നാലും ഫിനിഷ് ചെയ്തിട്ട് വേണ്ടി ഞാൻ നിങ്ങൾക്ക് റിവ്യൂ പറയാം. ഫൈനലി ഞാൻ മലപ്പുറത്തെ മന്തി ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞതിന് മുമ്പേ ഞാൻ ക്വാളിറ്റി പറയാം. ക്വാളിറ്റി സത്യം പറയുവാണെങ്കിൽ എനിക്ക് ആ പ്ലാസ്റ്റിക് ഒന്നും പിടിച്ചില്ല മോനെ. പ്ലാസ്റ്റിക്കിനകത്ത് ഇങ്ങനെ ഇത്തി വീഴുന്ന് നനഞ്ഞ് കിടക്കുന്ന ആ പ്ലാസ്റ്റിക് കൊണ്ട് മാത്രം ഞാൻ ക്വാളിറ്റിക്ക് 5 കൊടുക്കാൻ പോവുകയാണ്. മാത്രമല്ലോ ഞാൻ എന്തായാലും കൊടുക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടു. രണ്ടും പ്ലാസ്റ്റിക്കിലായിരുന്നു. ടേസ്റ്റ് സത്യം എന്ന് പറയുന്നത് മന്തി നല്ലതാ. ചിക്കൻ ബേൺഡായിരുന്നു. ചിലപ്പോൾ ഇപ്രാവശ്യം എനിക്ക് തന്നെ ഒരേ ചിക്കൻ ആയിരിക്കും ബേൺഡ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഞാൻ കഴിച്ച ചിക്കൻ ബേൺഡായിരുന്നു, കയ്പുണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് അതിന് ഞാൻ 6 കൊടുക്കും. ചിക്കൻ നല്ലതാണ്, ഒരു 7 കൊടുത്തേനെ ഞാൻ. അപ്പോൾ എൻ്റെ ലോവസ്റ്റ് സ്കോറിൻ്റെ ലിസ്റ്റിൽ നെഹദി മലപ്പുറത്തിനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്നാൽ നമുക്ക് അടുത്ത ജില്ലയിലോട്ട് പോകാം, പാലക്കാട് ഏതൊരു ബ്രിഡ്ജിൻ്റെ സൈഡിൽ കൂടി ഞാൻ നെഹദി മന്തി പിന്നെയും മേടിക്കാൻ പോവുകയാണ്. നെഹദി മന്തിക്ക് ഓൾറെഡി ഞാൻ മലപ്പുറം വെച്ച് ചാൻസ് കൊടുത്തതാണ്. പക്ഷേ ഇവിടെയും എല്ലാവരും നെഹദി പറയുന്നു. കാരണം നമുക്ക് ഒരു പ്രാവശ്യം കൂടി ചാൻസ് കൊടുക്കാം നെഹദിക്ക്. ഇപ്രാവശ്യം പാലക്കാട് നെഹദി. ഞാൻ കാർ ജസ്റ്റ് സൈഡിലായിട്ട് പാർക്ക് ചെയ്ത സ്ഥലമൊന്നും ഇല്ലായിരുന്നു. മലപ്പുറം വെച്ച് നോക്കി ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. കോളേജ് അങ്ങനെ അടുത്താണെന്ന് തോന്നുന്നു, കുറേ പിള്ളേർ. നെഹദി പാലക്കാട് സ്മെല്ല് ഞാൻ അവിടെ നിന്ന് തന്നെ പറയുവാണ്. അപ്പം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവരെന്തായാലും എനിക്ക് പ്ലാസ്റ്റിക്കിലൊന്നും തന്നിട്ടില്ല. ഈ നെഹദിക്കാർ പ്രോപ്പർ ബോക്സിലാണ് തന്നിരിക്കുന്നത്. അതും 2 മൂന്ന് തന്നിട്ടുണ്ടല്ലോ. ഇത്ര മൈനസിൻ്റെ ആവശ്യമുണ്ട്. ചിലപ്പോൾ എക്സ്ട്രാ ചിക്കൻ മേടിച്ചിട്ടുണ്ടാണെന്ന് തോന്നുന്നു. ലൈക്ക് ഐ നോട്ട് ഗോണ ഗിവ് ഇറ്റ് എ ബാഡ് റിവ്യൂ ഓൺ ക്വാളിറ്റി. അപ്പോൾ ഇത് രണ്ടും അതിൻ്റെ ചിക്കനാണ്. ഒരു ഹണി അൽഫാം കൂടി എടുത്ത് വെച്ച് വെച്ചാൽ അവിടെ നിൽക്കാനായിട്ട് ഒരു 1-2 പയ്യന്മാർ പറഞ്ഞ് ഹണി അൽഫാം നല്ലതാണെന്ന് ആണ് മേടിച്ചത്. അപ്പോൾ മന്തി അങ്ങനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമൊക്കെ തന്നെയായിരുന്നു. പക്ഷേ അത്രയ്ക്ക് നല്ലതാണെന്ന് വെച്ചാൽ അത്രയ്ക്ക് എനിക്ക് ഗോട്ടു ആയിട്ട് കഴിക്കാറില്ലായിരുന്നു. പക്ഷേ ഇതൊക്കെ മണത്ത് കഴിഞ്ഞിട്ട് എന്തോ ചിലപ്പോൾ ഇനി ഗോട്ടു മന്തിയുടെ പുറകെ ഞാൻ പോകുമായിരിക്കും. ഇതേ ചിക്കനാണെന്ന് നോക്കട്ടെ. ഇത് ഹണിയാണെന്ന് തോന്നുന്നു. ഹണി കിടിലമാണെന്ന് തോന്നുന്നു മണം കൊണ്ടിട്ട് തന്നെ. അടുത്ത ചിക്കനും കൂടി എടുത്തേക്കാം. ഇപ്രാവശ്യം നമ്മൾ ഒരു ചിക്കനി ഒതുക്കുന്നില്ല. ആ ഡെലിവറി കണ്ട എങ്ങനെയാണെന്ന്. അടുത്ത ചിക്കൻ കൂടി. ഞാൻ മൈനീസ് ഒന്നും കുറയ്ക്കുന്നില്ല. ചോറ് അല്ലെങ്കിലും കഴിക്കാൻ നല്ലതാണെന്ന് എനിക്കറിയാം. ഞാൻ മൈനീസൊക്കെ ഡയറക്റ്റ് ഇപ്പം തന്നെ ഇട്ടേക്കാം. എന്തായാലും ഇനി കഴിച്ചു നോക്കട്ടെ. എല്ലാ കാലത്തും ആവുന്നില്ല ദൈവമേ. ഈ പെരി കഴിച്ചു നോക്കട്ടെ. ചിക്കൻ നല്ലതാ. ഫോർ സം റീസൺ ഐ ഫീൽ ലൈക്ക് സൂഫിയുടെ ചിക്കൻ ഇതിനെക്കാട്ടും നല്ലതായിരുന്നു. റൈസും മന്തിയൊക്കെ സെറ്റാണ്, ഒന്നും ഡൗട്ടില്ല. ചിക്കൻ മാത്രം ഡോണ്ട് ഗെറ്റ് മീ റോങ്, ചിക്കൻ കൊള്ളാം. ഞാൻ കുറച്ച് നല്ല ലൈറ്റുമായിട്ട് നല്ല മന്തിലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ക്രിട്ടിക്കലാണ്. ഈ പെരിക്കകത്തില്ല, എനിക്ക് അരപ്പ് ഫീലാകുന്നതാണ്. ഈ ഹണി അൽഫാം നോക്കട്ടെ എങ്ങനെയാണെന്ന്. ഇത് കൊള്ളാം, പക്ഷേ സൂഫിയായിരുന്നു പെട്ടെന്ന് നല്ലതാണെന്ന് തോന്നുന്നു. എന്നാലും നമ്മൾ ഇനിയും ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. നെഹദിക്കകത്ത് ഇദ്ദേഹം കംപ്ലീറ്റ് ചെയ്യട്ടെ. നമുക്ക് ഇതിൻ്റെ അടുത്ത ലൊക്കേഷൻ പോകാനുള്ളതാണ്. ഇങ്ങനെ വേഗാതെ മസാല തേച്ച് വെച്ചിരിക്കുന്നതൊക്കെ ചെറിയ ടേസ്റ്റ് വരുന്നതാണ്. നെഹദി പാലക്കാടിന് ഞാൻ കൊടുക്കാൻ പോകുന്ന ടേസ്റ്റിന് ഐ വുഡ് ഗിവ് ഇറ്റ് 8 ജസ്റ്റ് ബിക്കോസ് ദ ചിക്കൻ വാസ് ജസ്റ്റ് നോട്ട് ടു മൈ ലൈക്കിങ്. കുഴപ്പമില്ല, നല്ലതായിരുന്നു, പക്ഷേ പോരാ. ആ ഒരു 9 കൊടുക്കാനുള്ളത് അത്രയും പോരാ. പിന്നെ എന്തുവാ ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ അതും ഒരു 8.
അതിന് ട്രസ്റ്റ് പ്ലേറ്റ് താഴെ വിടുക, അത് മൈൻഡ് ചെയ്യണം. അപ്പോൾ 8 8 16 ഇപ്പോൾ സെക്കൻഡിലാണ് വന്നിടക്കുന്നത് തോന്നുന്നു നെഹദി. സെക്കൻഡ് അല്ലേ ആണെന്ന് തോന്നുന്നു, എൻ്റെ കണക്ക് ഇടയ്ക്ക് വെച്ച് വിട്ടുപോയതാണ്. എന്തായാലും ആ ലിസ്റ്റ് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. മോനെ നെഹദി. അപ്പോൾ അടുത്ത ജില്ല എവിടെയാണ്? തൃശ്ശൂരിലെത്തിയിരിക്കുകയാണ്. ഇക്കുബായ് കിച്ചൺ, കേപ്പ് ടൗണിനകത്ത്. അവരുടെ മന്തി സത്യം പറഞ്ഞാൽ കുറേ നന്ദിയും സൂഫിയും കൂടി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു തൃശ്ശൂരിന് വേണ്ടി. അത് ഞാൻ പല ഡിസ്ട്രിക്റ്റിൽ നിന്ന് കഴിച്ച് ഇവിടെ നിന്നും അത് കഴിക്കുന്നില്ല. ഇവിടെ നിന്ന് നമ്മളെന്തായാലും കേപ്പ് ടൗൺ കിക്കുബായുടെ മന്തി കഴിക്കുന്നതാണ്. എങ്ങനെയുണ്ടെന്ന് ഞാൻ റേറ്റ് ചെയ്തിട്ട് പറയാം. വണ്ടി വെക്കാവുന്ന സ്ഥലമൊന്നുമില്ല, ഞാനത് കാട്ടി കൊണ്ട് വണ്ടി വെച്ചിട്ട് വരും. ഇവിടെ കൺസ്ട്രക്ഷൻ കിടക്കും, അതുകൊണ്ട് ഇപ്പോൾ ഡെലിവറി മാത്രമേ ഉള്ളൂ. നമുക്കത് മതി. ഇന്ന് രാവിലെ തൊട്ട് പണിയായിരുന്നു. ഈ കട എത്താൻ ഇത്ര ലേറ്റ് ആകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടയർ പഞ്ചറായി, ടയർ മാറ്റി വണ്ടിയുടെ കാറിൻ്റെ. മോനെ കാസർഗോഡ് തൊട്ട് തുടങ്ങിയ ഓട്ടമാണ്. ഇക്കുബായുടെ മന്തി ട്രൈ ചെയ്യാനുള്ള സമയം എത്തി. സത്യം പറഞ്ഞാൽ കാറിൽ നിന്ന് ഞാൻ കഴിച്ചേനെ, പക്ഷേ ഇതും കൂടി കാറിൽ ഇരുന്ന് കഴിഞ്ഞാൽ കുറേ നാളായി കാറിൽ, 5-6 ദിവസമായി നമുക്കിത് റൂമിൽ ഇരുന്ന് തന്നെ കഴിക്കാം. എന്തായാലും ഇനീഷ്യൽ ഇംപ്രഷൻ വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് വലിയ പോരാ സത്യം പറഞ്ഞാൽ. പ്ലാസ്റ്റിക്കിലെ കുറേ സാധനം തന്നിട്ടുണ്ട്. എനിക്കറിയാം പ്ലാസ്റ്റിക്കിന് ഞാൻ ഒരു റെസ്റ്റോറൻറ്റ് ഓൾറെഡി ലോ സ്കോർ കൊടുത്തതാണ്. നമ്മുടെ ഇത് 7ാമത്തെ ജില്ലയാണ്. നമ്മൾ ഓൾമോസ്റ്റ് ഈ മന്തി കൂടി കഴിക്കുമ്പം ഹാഫ് സ്കോർ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇതെന്താണ് കുറേയേറെ ചോറുണ്ടല്ലോ. ദൈവമേ, ക്വാർട്ടറിന് ഇത്രയും ചോറ്. വരട്ടെ. ഇതാണ് അവർ പ്ലാസ്റ്റിക്കിൽ എനിക്ക് തന്നിരിക്കുന്നത്. 2 മയനീസും പിന്നെ ചിക്കൻ കിടിലമായിരിക്കണം മോനെ. കേരളത്തിൽ ഓരോ മന്തിയും ട്രൈ ചെയ്ത് ഇപ്പോൾ എനിക്ക് എൻ്റെ ടേസ്റ്റ് ബഡ്സ് എന്ന് പറയുന്നത് ഹൈലി റിഫൈൻഡാണ്. ജഡ്ജ് ചെയ്യാൻ സമയമായിട്ടില്ല, ഞാൻ മയനീസ് ഒഴിക്കട്ടെ. ഈ മയനീസ് പ്ലാസ്റ്റിക്കിനകത്ത് തരായിരിക്കും, ഫുൾ മൂഡ് പോകും. നല്ല മയനീസ് ആണെന്ന് ദൈവത്തിനറിയാം, ഞാൻ ഫുള്ള് ഒഴിച്ച്. ഇതിനെക്കാട്ടി നല്ല മയനീസും കഴിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നെഹദിയുടെ മയനീസിനെക്കാട്ടി നല്ലതായിരുന്നു. എൻ്റെ ബയസ്ഡ് ഒപ്പീനിയനകത്ത് ഇപ്പോൾ സ്കോർ ബോർഡിൽ ഓരോ ആൾക്കാർ നിൽപ്പുണ്ട്. ഇക്കുബായ് കമോൻ, ഇങ്ങനെ പരീക്ഷിക്കാതെ തന്നെ ഇത് ഇത്ര മതി ആൾക്കാർക്ക്. എനിക്ക് കുറച്ചുകൂടി വേണമെന്ന് തോന്നുന്നു എപ്പോഴും. ട്രൈ ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഇക്കുബായുടെ മന്തി, കേപ്പ് ടൗൺ മന്തി, തൃശ്ശൂരിൻ്റെ മന്തി. തൃശ്ശൂർ നെഹദിയൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ പോകാൻ കുറേ നെഹദിയായി. നമുക്കൊരു നെഹദി വെച്ച് നമുക്ക് നെഹദി ഫുള്ളും ജഡ്ജ് ചെയ്യാം. ഇവരുടെ ചിക്കൻ ഷവായ സോഫ്റ്റാണ്, പക്ഷെ എന്തോ ഒരു മിസ്സിങ്. ഇതുവരെ കഴിച്ച മന്തികളിനകത്ത് നിന്ന് അവർ വെച്ചൊക്കെ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇത് കൊള്ളാം. കിടില എന്ന് പറയാൻ പറ്റത്തില്ല, കൊള്ളാം. ഈ മൈനീസ് കുറച്ചുകൂടി ഒന്ന് മാറ്റി പിടിച്ചാൽ നല്ലതായിരിക്കും. ഈ നോർമൽ ഷവായ്ക്ക് അത് ഉപ്പൊന്നും ഇടത്തില്ലേ, എന്താ പറയുക, ഇങ്ങനെ ജസ്റ്റ് ഒരു ചിക്കൻ്റെ മാത്രം ടേസ്റ്റ്. ഇത് ഞാൻ കഴിച്ചു തീർക്കണം, എൻ്റെ റിവ്യൂ പറയാം. ഇക്കുബായുടെ മന്തിയുടെ റിവ്യൂ എന്ന് പറയുന്നത്, ടേസ്റ്റിന് പറയുന്നതിന് മുമ്പേ ഞാൻ ക്വാളിറ്റി പറയാം. ക്വാളിറ്റിക്കകത്ത് ഒരു പ്ലാസ്റ്റിക്കിലൊക്കെ തന്നുകൊണ്ട് ഞാൻ 5 കൊടുക്കും. ഇതിനു മുമ്പേ പ്ലാസ്റ്റിക് തന്ന റെസ്റ്റോറൻറ്റ് ഞാൻ 5 തന്നെ കൊടുത്തത്, അതുകൊണ്ട് ഇവർക്കും 5 കിട്ടുന്നത്. അതല്ല ടേസ്റ്റ് ഐ വുഡ് സേ ഇറ്റ്സ് നോട്ട് ബാഡ്, ഇറ്റ്സ് നോട്ട് ഗ്രേറ്റ്, ഇറ്റ്സ് ഗുഡ്. സോ ഇറ്റ്സ് എ 7 + 5 ദാറ്റ് അമൗണ്ട്സ് ടു ഹൗ മച്ച് ഐ ഡോണ്ട് നോ മാൻ. 12 ഇപ്പോൾ ലിസ്റ്റിൽ ഏത് ഭാഗത്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല, എൻ്റെ കണക്കൊക്കെ തെറ്റി കിടക്കുക. എന്തായാലും ലിസ്റ്റിൻ്റെ ടോപ്പ് അല്ല, അതെനിക്കറിയാം. ഞാൻ അടുത്ത ജില്ലയിലോട്ട് പോവുകയാണ്, ഇടുക്കി. കൈഫൻ കുഴിമന്തിയിൽ എത്തിയിരിക്കുകയാണ് ഞാൻ ഇടുക്കിയിലെ കുറേ ആൾക്കാർ റെക്കമെൻഡ് ചെയ്ത കടയാണിത്. കൈഫൻ തൊടുപുഴയിലാണ്, ഈ ഭാഗത്തെങ്ങാണ്ടാണ്. മോനെ നന്നു തോന്നുന്നു. ഓട്ടോ ഉണ്ടോ ഇങ്ങനെ കറങ്ങി വണ്ടി ഓടിച്ച് എൻ്റെ ഒരു തീരുമാനം ആയെന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാലും പക്ഷെ വീട്ടിൽ പോയിട്ട് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് പുറത്തിറക്കി അവർ 7 ജില്ലയെ കവർ ചെയ്തിട്ടുള്ളൂ. ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ കട എവിടെയാണ്? പാർക്കിങ് അവിടെ അല്ലായിരുന്നു, ഇവിടെ ഈ വഴി കൂടെയാണ് വേണ്ടിയിരിക്കുന്ന കട. ഇടുക്കി ഓഫർ ചെയ്യുന്ന ബെസ്റ്റ് മന്തിയാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, കുറേ ആൾക്കാർ സ്റ്റോറിക്ക് അത് പറഞ്ഞതാണ്. എന്തായാലും ഞാൻ പെരി മന്തിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. എപ്പോഴത്തെയും പോലെ ആവശ്യത്തിനും അധികവും ചോറ് അത്രയില്ല കേട്ടാ. തൃശ്ശൂരിലെ ഇക്കുബായ്ക്ക് അതിനകത്ത് കൂടുതൽ ചോറുണ്ട്, ഇതിൽ കൂടുതൽ ചോറുണ്ടായിരുന്നു. എന്നാലും പെരി എന്താണ് പ്ലാസ്റ്റിക്കിനാണല്ലോ, എന്താണ് ഈ ആൾക്കാരൊക്കെ പ്ലാസ്റ്റിക് തരാതെ. റേറ്റ് ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണല്ലോ, അപ്പോൾ ഡപ്പി തരുന്നൊരു. ഈ സമയത്ത് ഞാൻ ഐ ആം ഈറ്റിംഗ് ഓൾ ദ ബെസ്റ്റ് മന്തീസ് കേരളത്തിന് ഓഫർ ചെയ്യാൻ പറ്റുന്ന. ഈ സ്മെല്ല് എന്താണ്? NMR മറ്റേ പാലക്കാട് ബിരിയാണി ഇല്ല, അതിൻ്റെ ഒരു സ്മെല്ല്, അതിൻ്റെ ചെറിയൊരു ഭാവം, ആ സ്മെല്ലാണ്. നമുക്ക് റൈസ് ഇടാം. കമോൺ ബോയ്. ഓക്കെ, ഹാഫ്. ഇതാണ് ചിക്കൻ ഇത്രയും വലിപ്പം തോന്നുന്നത് ഞാൻ 2 പീസ് ഓർഡർ ചെയ്തുകൊണ്ടാണ്. എരിവുള്ളതാണെന്ന് തോന്നുന്നു നല്ലതായിട്ട്. ഇതുവരെ കഴിച്ചതിൽ കുറച്ച് എരിവ് കൂടിയതാണെന്ന് എനിക്ക് സ്മെല്ലിൽ തന്നെ മനസ്സിലാകുന്നു. ഇറങ്ങി വരൂ, ഫുഡ് കഴിക്കട്ടെ. ഇടുക്കിയിൽ ഏതോ ഒരു മൂലയ്ക്ക് റോഡിൻ്റെ സൈഡിൽ നിന്നാണ് ഞാനത് പോൾ ചെയ്യുന്നത്. ഒട്ടും വിസ്കോസിറ്റി ഇല്ലാത്തൊരു മയനീസ്, വെള്ളം കണക്ക് വരുവാണല്ലോ. മയനീസ് പോരാ, അവർക്കൊന്നും ഞാൻ കഴിക്കണമെന്നില്ലെന്ന് തോന്നുന്നു. എന്താണ് വെള്ളം വീഴുന്നത്? എവിടെ നിന്ന് ഈ വെള്ളം വീഴുന്നതിനൊന്നും? കുറച്ച്
മിക്കതും പൊക്കത്തും ഇരിക്കുന്നില്ല, താഴത്തോട്ട് ഇറങ്ങി വരുന്നില്ല. ഇതും പോരാ, ഇതും വെള്ളം ഓയിലിൻ്റെ ടേസ്റ്റ്. വലുതായിട്ടൊന്നും പറയാനില്ല. ഓ, പെരിക്ക് നല്ല പെരി. ഇത് നാളെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ പെരി കഴിച്ചാൽ. മന്തി ആവറേജാ, മന്തി റൈസ് ആവറേജാ. ചിക്കൻ ചോറിനെക്കാട്ടും കൊള്ളാം. എന്തായാലും ഇത് നമ്മുടെ ടോപ്പ് സ്പോട്ട് എത്തുമോ ഇരുത്തില്ലേ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്തായാലും ഈ മന്തി തീർക്കട്ടെ, എന്നിട്ട് നമുക്ക് അടുത്ത ജില്ല പോകാനുള്ള അതിൻ്റെ റിവ്യൂ പറയണം. കൈഫാൻ്റെ റിവ്യൂ എന്ന് വെച്ചാൽ ഇടുക്കിയുടെ റിവ്യൂ, ഇടുക്കിയുടെ ഈ ഒരു കടയുടെ റിവ്യൂ. അപ്പോൾ ഇടുക്കിയുടെ റിവ്യൂ വന്നിരിക്കുന്നത് ഐ വുഡ് സേ ഇൻ ടേസ്റ്റ് ഇറ്റ് ജസ്റ്റ് 6. കുഴപ്പമില്ലടേ, കുഴപ്പമില്ല വെച്ചാൽ വലുതായിട്ട് ടേസ്റ്റ് കുഴപ്പമില്ല, കഴിക്കാം. പക്ഷേ ഞാൻ കഴിക്കുന്നില്ല, കഴിക്കാം. I'm gonna be brutally honest, okay? I'm comparing with one of the best mandis in Kerala, so it's gonna be brutal. The best മന്തി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്കോറൊക്കെ കുറച്ച് കയറി കുറഞ്ഞൊക്കെ ഇരിക്കും, അത്രേ ഉള്ളൂ. ആയിട്ട് മറ്റേത് ക്വാളിറ്റിക്ക് ഐ വുഡ് ജസ്റ്റ് ഗിവ് ഇറ്റ് 5, മെയിൻലി ബിക്കോസ് ഓഫ് ദ പ്ലാസ്റ്റിക് യൂസ്. എനിക്കതിൽ ഇഷ്ടമല്ല, അതെൻ്റെ പേഴ്സണൽ ഇതാണ്, അതുകൊണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റ് മാത്രം നോക്കിയാൽ മതി. ടോട്ടൽ സ്കോർ 11 കേരളത്തിലെ ടോപ്പ് മന്തീസിൻ്റെ ലിസ്റ്റിനകത്ത് എവിടെയോ വരുന്നുണ്ട്, താഴത്തെ നടുക്കായിട്ട്, കേട്ടാ. എന്തായാലും അടുത്ത ജില്ല കോട്ടയം. ഈ കോട്ടയത്തെ ബെസ്റ്റ് മന്തിയാണ് നമ്മൾ കഴിക്കുന്നത്, അൽ റസി കുഴിമന്തി. ചെയ്യാറാ മോനെ, ഓട്ടമാണ് ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട്. റോഡിൽ ആരുമില്ല, മേടിക്കും. എന്തായാലും ഈ മന്തി ടോപ്പ് സ്കോർ കിട്ടത്തില്ല, ആ ബസ് തന്നെ ഇടിക്കുമോ? കോട്ടയത്തെ മന്തി എൻ്റെ ലിസ്റ്റിൻ്റെ പൊക്കത്തെത്താൻ പറ്റുമോ? അൽ റാസി ഒടുക്കത്തെ വെയിറ്റ്, കോട്ടറല്ലേ പറഞ്ഞത്, ഹാഫിൻ്റെ വെയിറ്റ് ഉണ്ടല്ലോ മോനെ. എന്ത് ചോറ് ഇത്, എന്തത്ര മന്തി ഇത്, എൻ്റെ പ്ലേറ്റിന് ഇത് എന്ത് വലുതാണിത്. എന്തായാലും മന്തി ഒന്ന് കഴിക്കട്ടെ, ഞാൻ പറയാൻ അങ്ങനെ ഉണ്ടാകും. എന്തായാലും ഞാൻ എൻ്റെ നാക്ക് വെച്ച് എനിക്കിപ്പം ഒരു എക്സ്പേർട്ടായെന്ന് തോന്നുന്നു മന്തിയിൽ, ടേസ്റ്റ് വെച്ച്. ഇപ്പം എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഏത് ജില്ലയിൽ പോയി കഴിക്കുമെന്നൊക്കെ എനിക്കിപ്പോൾ പറയാൻ പറ്റും, ഇത് കഴിച്ച കടകളിൽ നിന്ന്. ഒരു മന്തി ചോറിന് എന്ത് എക്സ്പെക്റ്റ് ചെയ്യണം, അതിൻ്റെ അടിസ്ഥാനം നമുക്കിപ്പോൾ ഒരു 9ാം ജില്ലയാണ് ഇത്. 7, 8, 9 9ാം ജില്ല എനിക്ക് മതി മനസ്സിലായി കേട്ടോ. മന്തിയുടെ റൈസ് കിടിലായിരിക്കണം. മതി അത്രയും ചോറ് വേണ്ടടേ, ഈ ചോറ് കഴിക്കാനാണ് എത്ര കഴിക്കുന്നത്, എത്രക്കും മതി. മൈനീസ് എന്തിനാണ് പ്ലാസ്റ്റിക്കിൽ തരുന്നത്? പ്രൈസൊക്കെ ഓൾമോസ്റ്റ് ബാക്കി ഡപ്പി തരുന്ന മന്തി പ്ലേസുമായിട്ട് സിമിലറാണ്, എന്നിട്ടും പ്ലാസ്റ്റിക്കിൽ തരാനാണ് ഇഷ്ടം. മൈനീസിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെ ഉണ്ടോ നോക്കട്ടെ കേട്ടോ. കുഴപ്പമില്ല, തൊട്ടന് പിടിച്ചൊന്നും നല്ലതൊന്നും പറയത്തില്ല. കുഴപ്പമില്ലെന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ഭൂരിഭാഗം എൻ്റെ വായിന്ന് കേൾക്കാൻ പോകുന്നത്. കുഴപ്പമില്ലെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലെന്ന് പറയും. ഇത് നല്ലതാണെന്ന് തോന്നുന്നു കേട്ടോ, മണമൊക്കെ നല്ല സെറ്റായിട്ട് അടിക്കുന്നുണ്ട് എനിക്ക്. എന്നാ നല്ല ഞാൻ നമ്മുടെ പെരി എടുക്കട്ടെ. പെരി കാണാൻ പറ്റുന്നുണ്ടോ? കരിഞ്ഞിട്ടുണ്ടോ എന്നൊരു ഡൗട്ട്. കുറച്ച് ഏറെ കരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കരി കണ്ട, കുറച്ച് കരിഞ്ഞിട്ടുണ്ട്. ഇത് അതിൽ മന്തി റൈസ് നോടാനുണ്ടെന്ന്. മന്തി റൈസ് നല്ലേ, പെരി ചതച്ച്, പക്ഷേ മന്തി റൈസ് കൊള്ളാം. കോഴിക്കോടിലെ സൂഫിയുടെ അത്രയും ഇല്ല. ഇവരുടെ ചിക്കൻ കറക്റ്റാക്കിയിരുന്ന ഞാൻ കുറച്ചുകൂടി സ്കോർ കൊടുത്തേനെ. ഇത് കരിഞ്ഞ മാത്രമല്ല, കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടെന്ന് തോന്നുന്നു ചിക്കൻ സ്പൈസിയാണ്, പക്ഷെ അത്രയ്ക്ക് ഫ്ലേവർ ഒന്നും കിക്കാവുന്നില്ല ചിക്കൻ്റെ. എന്തായാലും ഞാൻ കഴിച്ചു തീർക്കട്ടെ. അൽ റാസിയുടെ റിവ്യൂ. വയറുവിനെ പേടിക്കണ്ട, അൽ റാസി കഴിച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നേരത്തെ കുറച്ച് ഗ്യാസ് കയറി കിടന്നുകൊണ്ട് ഇനി കഴിച്ചുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇപ്പോൾ എനിക്ക് വയറുവേദന എടുക്കുന്നുണ്ട്. അൽ റാസിയുടെ റിവ്യൂ, പ്ലാസ്റ്റിക് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എന്തായാലും എല്ലാവർക്കും കൊടുക്കുന്നതൊക്കെ ഇതിനും 5 കൊടുക്കും ക്വാളിറ്റിക്ക്. പിന്നെ ടേസ്റ്റിന് ചിക്കൻ കുറച്ച് കരിഞ്ഞിരിക്കുമായിരുന്നു. എനിക്ക് ചിക്കൻ കുറച്ച് കരിഞ്ഞിരിക്കുമായിരുന്നു, അത് ഒരു 6.5 കൊടുക്കുക. വയറുവേദന ഞാൻ കൂട്ടുന്നില്ല, വേറെ കാര്യം. അത് ഞാൻ വേറെ വല്ലതും കഴിച്ചുകൊണ്ടാണെന്ന് അറിയാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ 6.5ഉം 5ഉം, അപ്പോൾ 11.5. somewhere in the list here. നമുക്ക് അടുത്ത ജില്ലയിലോട്ട് കാണാം. എന്തായാലും അടുത്ത ജില്ലയിൽ ഞാൻ ഈ വയറുവേദനയൊക്കെ മാറി സെറ്റായിട്ടിരിക്കും. പത്തനംതിട്ടയിലെത്തി ഓടിച്ചോടിച്ച് നമ്മൾ അൽബരിസിൽ നിന്ന് മന്തി കഴിക്കാൻ വേണ്ടി.
അപ്പോൾ ഇന്നൊരു കുറച്ച് വെറൈറ്റി മന്തി പിടിക്കാം. എപ്പോഴും പെരി പിടിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം പിടിച്ച പെരി വയറുവേന. അപ്പം ഇപ്രാവശ്യം നമുക്ക് ഹണിയോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. വെറൈറ്റി ഇരിക്കട്ടെ അല്ലേ. എന്താണ് നമ്മൾ അൽബറിസ് സബ് ജയിലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അൽബറിസിലെത്തിയിരിക്കുകയാണ്. കട ഇപ്പോൾ തുറക്കുന്നതേ ഉള്ളതാണ്. ഞാൻ കാറിൽ തന്നെ ഇരിക്കുന്നത്. കട തുറന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോഴും തുറന്നിട്ടില്ല, ഇനി അരമണിക്കൂർ എടുക്കും. എന്തായാലും പഴയ സബ് ജയിലിന് മുമ്പിൽ എന്ന് പറഞ്ഞപ്പം ഇത്ര മുമ്പിലാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പഴയ സബ് ജയിൽ എന്ന് പറഞ്ഞപ്പോൾ മുമ്പിൽ തന്നെ ഉണ്ടല്ലോ, ഇപ്പോൾ പൊളിച്ചിടൊക്കെ ഉണ്ടോ. ബോയ്സ്, നമുക്ക് അൽബറിസിൻ്റെ മന്തി കഴിക്കേണ്ട സമയമായിരിക്കുകയാണ്. കുറച്ചേറെ വലിപ്പമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഇവിടെ കുറച്ച് എക്സ്ട്രാ ചിക്കനൊക്കെ ഓർഡർ ചെയ്തതാണ്. ഒരു ഹാഫ് പ്ലേറ്റ് അൽഫാമും പിന്നെ ഒരു ക്വാർട്ടർ ഹണി അൽഫാമും പിന്നെ ഒരു ക്വാർട്ടർ ഹണി അൽഫാം മന്തിയും. ഹണി അൽഫാം മന്തിയുടെ കൂടെ പിന്നെ 3 പീസ് ചിക്കൻ കൂടി. അതാണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. ചോറൊക്കെ ഇങ്ങനെ നൈസായി തന്നിരിക്കുമല്ല, കൊള്ളാമല്ലേ, നല്ല ചൂടല്ല. പ്ലേറ്റ് ഇരി. ഇവരും എനിക്ക് മയനീസ് പ്ലാസ്റ്റിക്കിലാണ് തന്നിരിക്കുന്നത്. എന്നാലും ഇവരുടെ ബാക്കിയുള്ള ഐറ്റമൊക്കെ ഇങ്ങനെ സീൽ ചെയ്ത് തന്നിരിക്കുന്നതുകൊണ്ട് വേണമെങ്കിൽ ഞാൻ കുറച്ച് സ്കോർ കൂട്ടി കൊടുക്കാം. റൈസ് ഒന്ന് എടുക്കട്ടെ. അവരുടെ ഫസ്റ്റ് ഡെലിവറി തന്നെ എനിക്കായിരുന്നു. കൊടുക്കുന്ന ചൂട് എനിക്കിത് ഇടാൻ പറ്റുന്നില്ല. ഞാൻ സാറിന് എടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ മന്തി എടുത്തിട്ടുണ്ട്. ഇടക്കിടക്ക് ആൾക്കാരൊന്ന് ഈ തുറച്ച് നോക്കുന്നതാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്. എൻ്റെ ക്യാമറ പുറകിലായിട്ട് എടുത്ത ഒരാൾ വന്ന് ഇങ്ങനെ നല്ലതായിട്ട് തുറച്ച് നോക്കുന്നു. ഈ മന്തി കഴിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇതെൻ്റെ ഹണി അൽഫാം ആകണം, ആണെന്ന് തോന്നുന്നു. നല്ല വലിയ പീസാണല്ലോ. ഇത് അൽഫാമല്ല, ഇത് ഹണി അൽഫാം അല്ല. ഇത് 2 എണ്ണം ഉണ്ടോ? ഇത് 2 എണ്ണം ഉണ്ട്. ഇത് അൽഫാമാണ്. ഇത് അൽഫാം ഓർഡർ ചെയ്ത. ഞാൻ അതിന് ഹണി അൽഫാം ആയിരുന്നു പറഞ്ഞത്. അത് വെച്ചാൽ ഇതും എക്സ്ട്രാ പറഞ്ഞായിരുന്നു. ഇതാണ് എൻ്റെ ഹണി അൽഫാം. ഇതെന്തുവാന്നറിയത്തില്ല. ഓ വാവ്, പുളിയും മധുരവും. മോനെ നൈസ്. അത് മാത്രം ഒരു എക്സ്ട്രാ ഓർഡർ മേടിക്കായിരുന്നു. അതെ, പകുതി വഴി വെച്ച് തന്നെ കീറിപ്പോയി. നമ്മുടെ മെയിൻ സാധനം കിട്ടിയിരിക്കുകയാണ്. മോനെ ഇതൊക്കെ ഈ പ്ലേറ്റിൽ ഇരിക്കുമോ? പതുക്കെ 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 പതുക്കെ. അയ്യോ, മതി 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 മതി. പുളിയും ഉണ്ട് ഇടക്ക്. നോക്കട്ടെ. എനിക്കെന്നാൽ പുളിയും കൂടി മിക്സ് ചെയ്തുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നീ പുളി ഇഷ്ടമുള്ളതാണ് തോന്നുന്നു. ഈ ഹണി അൽഫാമിനകത്ത് ഹണി സെപ്പറേറ്റ് തരുന്നതിനാണ് പറയുന്നത്, അല്ലെങ്കിൽ ചിക്കനും കുറച്ച് ഹണിയൊക്കെ ആയിട്ടായിരുന്നു വരുന്നത്? അല്ല, അറിയില്ല. പക്ഷെ മോനെ പുളിയായിട്ടിത് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഇവരെ മന്തി റൈസൊക്കെ നല്ലേ. റൈസ് നല്ലതാണ്, നല്ല ചൂടോടെ ഇപ്പോൾ കിട്ടിയുകൊണ്ട് ഫ്രഷ് സാധനം. അപ്പോൾ ചിലപ്പോൾ ഇതിന് ചെറുതായിട്ട് ബയസ്ഡ് ആയിരിക്കും കേട്ടോ റിവ്യൂ ചെയ്യാൻ നേരത്ത്. ഇവർ വേറെ ആരും തരാത്ത ഡിഷ്. പക്ഷെ ഞാൻ ഇവിടെ പോയിട്ട് ഹണി അൽഫാം എന്ന് പറഞ്ഞത് ചിലപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും. ഇത് എനിക്കറിയില്ല. ഇത് ഇവരുടെ സ്കോറിനകത്ത് റിഫ്ലക്റ്റ് ആണെന്ന് നിങ്ങൾ കാണും കേട്ടോ. എന്തായാലും ഞാൻ കഴിക്കട്ടെ. എനിക്ക് ഓവറോൾ ടേസ്റ്റൊക്കെ മനസ്സിലായി. ചിക്കൻ പക്ഷേ നോർമലാണ് കേട്ടോ. റൈസും ഈ ബാക്കിയുള്ളതായിട്ട് കഴിക്കാൻ നല്ല. പക്ഷേ ചിക്കൻ നോർമലാണ്, വലുതായിട്ട് കുഴപ്പമില്ല, നല്ലേ, പക്ഷെ നോർമലാണ്. അൽബറിസിൻ്റെ റിവ്യൂ പറയേണ്ട സമയം എത്തിയിരിക്കുകയാണ്. ക്വാളിറ്റിയിൽ ഞാൻ സാറിന് 5 കൊടുക്കുന്നത്. ഇപ്പം പ്ലാസ്റ്റിക് ആണെങ്കിൽ, പക്ഷേ മറ്റേ സീലൊക്കെ ചെയ്ത് തന്നുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമുക്കൊരു 6 കൊടുക്കാം. ആയിട്ട് ടേസ്റ്റിന് എനിക്കെന്തോ ആ പുളിയുടെ ഇതൊക്കെ കൂടി മധുരമൊക്കെ ആയ ടേസ്റ്റ് സെറ്റായി വന്നെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ 7.5 കൊടുക്കും. ചിക്കൻ കുറച്ച് നല്ലതായിരുന്നെങ്കിൽ ഞാൻ 8 കൊടുത്തുതരാം. മോനെ 7.5ഉം 6ഉം 13.5 ലിസ്റ്റിൽ എവിടെയോ എത്തിക്കാണും. എന്തായാലും നമുക്ക് ബാക്കി 4 ജില്ലയും കൂടി കവർ ചെയ്യാനുണ്ട്. പെട്ടെന്ന് നമുക്ക് അടുത്ത ജില്ലയിലോട്ട് പോകാം. കൊല്ലത്തിന് ഏതാണ് ഏറ്റവും ബെസ്റ്റ് മന്തി പ്ലേസ് എന്ന് ഈ ആൾക്കാരൊക്കെ ചോദിച്ചപ്പോൾ ആൾക്കാരെല്ലാം പറഞ്ഞ ഒരേ ഒരു വാക്ക്, മന്തി മഞ്ചിലെ കുഴിമന്തി. അല്ലെന്ന് വെച്ചാൽ ഏതൊരു മന്തി, ഏതെങ്കിലും പെരി മന്തി അല്ല ഏതെങ്കിലും ഒരു മന്തി കഴിക്കായിരുന്നതാണ്. ഞാൻ ആൾക്കാരൊക്കെ എന്നെ സ്റ്റെയർ ചെയ്ത് നോക്കുന്നത് ഞാൻ തന്നെയാണ് അയാൾ മുമ്പിലുള്ള ആൾക്കാർ. അപ്പം ഞാൻ എന്ത് പറയാനാണ്, ഇവിടെയാണ് നല്ല തിരക്ക് കേട്ടോ. അറ്റ്ലീസ്റ്റ് ഒരു 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരുമോ? ഇങ്ങനെ ഒടുക്കത്തെ സ്കൂട്ടി ഒടുക്കത്തെ വണ്ടിയൊക്കെ സ്ഥലമില്ലടാ പാർക്ക് ചെയ്യാൻ പോലും. എനിക്ക് തോന്നുന്നു മന്തി മഞ്ചിൽ ഏറ്റവും ടോപ്പ് ഓഫ് ദി ലിസ്റ്റ് എത്തുമെന്ന്, എൻ്റെ ബയസ്ഡ് ലിസ്റ്റിൻ്റെ പൊക്കത്ത്. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. ഒക്കെ മന്തി മഞ്ചിൻ്റെ അകത്ത് കയറിക്കേണ്ടി ഇതുവരെയുള്ള മന്തി പ്ലേസിനകത്ത് ഏറ്റവും കൂടുതൽ തിരക്ക്. ദൈവമേ, എങ്ങോട്ട് നോക്കിയാലും ആൾക്കാർ തിങ്ങിക്കൂടി നിൽക്കുന്നു. എന്തായാലും 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് എനിക്ക് സാധനം കിട്ടി. കൊല്ലത്തെ ഏറ്റവും ബെസ്റ്റ് മന്തി എന്ന് പറയുന്ന മന്തി മഞ്ചിൽ, ഇത് കമൻറ്റിൽ പറയുകയാണ്, എനിക്കറിയില്ല, ഞാൻ കഴിച്ചിട്ട് പറയാം. ഇത് 11ാമത്തെ ഡിസ്ട്രിക്റ്റാണ് കേരളത്തിൻ്റെ. ഇവരെല്ലാം ഡപ്പിലാന്നിരിക്കുന്നത്. കൊള്ളാം. എന്നാലും ഡപ്പിക്ക് ഓക്കെ, ഗുഡ് മാർക്സ്. ഇവിടുന്ന് ഞാൻ ഹണി ചില്ലിയാണ് മേടിച്ചത്. പെരി തീർന്നു പോയി. നല്ല ഹെവി റൈസ് അല്ല, ക്വാണ്ടിറ്റി ആവശ്യത്തിനും അധികം ഉണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് ടൈം എടുത്ത് എനിക്കിത് കഴിക്കാൻ വേണ്ടി ഒരു സ്പോട്ടൊക്കെ തപ്പി വന്നപ്പോൾ. നൈസ്. പോരട്ടെ മന്തി റൈസ് പോരട്ടെ. കഴിഞ്ഞ 12 ദിവസമായിട്ട് മന്തി മാത്രമേ കഴിച്ചിട്ടുള്ളൂ ഞാൻ.
ഞാൻ ഡെയിലി 1.5 മന്തിയൊന്നുമല്ല, ടാസ്ക്കാണ് ഫുള്ള്. നൈസ് സ്മെൽ. ഹണി ചില്ലി അൽഫാം നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഇത്ര നീണ്ടൊരു വീഡിയോ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലേ. ചെറുതായിട്ട് കരിഞ്ഞിട്ടുണ്ടോ എന്നെ ഹണി ചില്ലി അൽഫാം? ചെറുതായിട്ട് കരിഞ്ഞ സ്മെല്ല്. തോന്നായിരിക്കും. നോക്കട്ടെ, കഴിച്ചു നോക്കട്ടെ. ബോക്സിൽ തരണം. ഇത് നമുക്ക് ഫുള്ള് കഴിക്കാം. മയനീസ് എങ്ങനെ നോക്കട്ടെ. നല്ല കട്ടിയുള്ള മയനീസ്. നോക്കിയതേ, ഇത് കണ്ട വീഴാത്ത കണ്ട. മറ്റേതൊക്കെ വെള്ളമായിരുന്നു മിക്ക കടയിൽ. ഇത് വീഴുന്നില്ല. നോക്കി മോനെ, ഇങ്ങനെ മയനീസിന് ഇത്ര കട്ടി വേണം. മയനീസിന് എക്സ്ട്രാ പോയിന്റ് കൊടുക്കേണ്ടി വരും ഞാൻ ഇപ്രാവശ്യം. അപ്പോൾ എന്തായാലും കൊല്ലത്തെ ഏറ്റവും ബെസ്റ്റ് മന്തി എന്ന് പറയുന്ന മന്തി മഞ്ചൽ ട്രൈ ചെയ്യട്ടെ. ഫ്രഷ്, നൈസ്. ഈ തക്കാളി ആണെന്ന് തോന്നുന്നു കൊടുക്കുന്ന ഫ്രഷ് ആയുള്ള വായി പഠിക്കുന്നത്. ബെസ്റ്റ് മന്തി പ്ലേസിനകത്തൊക്കെ പിന്നെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ മന്തി എപ്പോഴും ഏകദേശം എല്ലാം ഒരു ലെവലിൽ തന്നെയാണ്. ഇതിൽ കൂടുതൽ നന്നാക്കാൻ പറ്റും തോന്നുന്നില്ല എനിക്ക്. ടേസ്റ്റ് ചെയ്തെല്ലാം ഒരേ ലെവലിൽ തന്നെ വരുന്നുണ്ട്. അപ്പം എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന ഈ ചിക്കനകത്തും മയനീസിനകത്തും പിന്നെ ആ തക്കാളിയുടെ സാധനത്തിനകത്തും പിന്നെ ഇതിൻ്റെ പാക്കിങ്ങും ക്വാളിറ്റി എല്ലാം കൂടി. ചിക്കൻ ഞാൻ ട്രൈ ചെയ്യില്ല, നോക്കട്ടെ. ഹണി ചില്ലി ചിക്കൻ തകർപ്പെന്നൊന്നും പറയാനൊന്നുമില്ല, പക്ഷെ നല്ലതാണ്. എന്താ പറഞ്ഞാൽ ഓവറോൾ മന്തി നല്ലതായിട്ട്. ഈ ഹണി ചില്ലിക്ക് അത് കുറച്ചുകൂടി ഹണി ഉണ്ടായിരുന്നേ കുഴപ്പമില്ല. ഹണി ഏതോ പേരിന് അവിടെ ഇവിടെ പോയത് മാത്രമേ ഫീൽ ആകുന്നുള്ളൂ. ഇതൊക്കെ കരിഞ്ഞിരിക്കുന്നുണ്ട്. ചിക്കൻ സെറ്റ് ആയിരുന്ന മോനെ എന്ത് സ്കോർ കിട്ടിയെന്നറിയാമോ? എന്നാലും ഫിനിഷ് ചെയ്യട്ടെ അതിന് സ്കോർ പറയാനായിട്ട്. മന്തി മഞ്ചലിൻ്റെ റിവ്യൂ കൊടുക്കേണ്ട സമയമായിരിക്കുകയാണ്. ക്വാളിറ്റിക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി അവരുടെ പാക്കേജിങ് എല്ലാം കിടുവായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിന് 9 കൊടുക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടു. പാക്കേജിങ്ങും റെഡ് കവറൊക്കെ അതെല്ലാം കൂടി നല്ലതായിരുന്നു. ഒരു നല്ല വൈബ്. അതല്ലാതെ അതിന് ടേസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റിന് ഹണി ചില്ലി അൽഫാമിന് ഹണി കുറവായിട്ട് തോന്നി എനിക്ക്. പിന്നെ കുറച്ച് ബേൺഡും ആയിരുന്നു. അത് മാത്രമേ എനിക്ക് കുറ്റം പറയാനുള്ളൂ. അതുകൊണ്ട് 7.5. യെസ്, 7.5. മന്തിയൊക്കെ ഓൾമോസ്റ്റ് എല്ലാം നല്ലതൊക്കെ ഈ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ മിക്ക നല്ല കടയിലും മന്തിയൊക്കെ പറഞ്ഞില്ല അതൊക്കെ. അപ്പോൾ 7.5 9 എന്ന് പറയുന്നത് 16.5 ഇട്ടൊരു സെക്കൻഡ് പൊസിഷൻ ആണെന്ന് തോന്നുന്നു എനിക്ക്. എന്തായാലും നമുക്ക് അടുത്തത് തിരുവനന്തപുരത്തേക്ക് പോകാം, ക്യാപിറ്റലിലോട്ട്. അത് കഴിഞ്ഞാൽ വെറും 3 ജില്ല, അല്ല 2 ജില്ല. ബോയ്സ്, അങ്ങനെ ഫൈനലി ഞാൻ ട്രിവാൻഡ്രത്ത് എത്തിയിരിക്കുകയാണ്. കാസർഗോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ട്രിപ്പാണ്. എത്ര ദിവസം എടുത്ത് എനിക്ക് വലുതായിട്ട് ഐഡിയ ഒന്നും ഇല്ല. ഏതാണ്ട് ഒരു 12-14 ദിവസമായി കാണും. അപ്പോൾ ട്രിവാൻഡ്രത്തെ ബുർജ് അൽ മന്തി ട്രൈ ചെയ്യാൻ പോവുകയാണ്. തിരുവനന്തപുരത്തെ മന്തി കഴിക്കുന്ന സമയത്തിരിക്കുകയാണ് ബോയ്സ്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇത് കാറിൽ നിന്ന് കഴിച്ചതിന് പക്ഷേ കുറേ കാറായി. ഇന്നെങ്കിലും ഞാൻ റെസ്റ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് ടേബിളിൻ്റെ പൊക്കത്തിരുന്ന് കഴിക്കട്ടെ. കാറിൽ നിന്ന് കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പോലും ടേബിളിൻ്റെ പൊക്കത്തിരുന്ന് കഴിക്കാൻ നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ എന്തായാലും അൽ ബുർജിൽ നിന്നാണ് ഞാൻ മന്തി മേടിച്ചത്. അൽ ബുർജിൽ വളരെയധികം പാർക്കിംഗ് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എവിടെയൊക്കെ കാറിട്ടിട്ട് നടന്നു പോയി. പിന്നെ അവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ട് എടുത്തിരിക്കുക. കുറേ പേര് പറഞ്ഞിരുന്നത് മന്തിയും മഞ്ചലിൽ നിന്നാണ് മേടിക്കാൻ. പക്ഷേ അത് ഓൾറെഡി കൊല്ലത്ത് നിന്ന് മേടിച്ചുകൊണ്ട് ഞാൻ തിരുവനന്തപുരത്ത് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹപ്പെട്ടില്ല. അതുകൊണ്ട് സെക്കൻഡ് ഏറ്റവും കൂടുതൽ ആൾക്കാർ റെക്കമെൻഡ് ചെയ്തത് അൽ ബുർജാണ്. അൽ ബുർജ് പാക്കിംഗ് സംഭവങ്ങളെല്ലാം ഞാൻ അത്രയ്ക്ക് ഹാപ്പി അല്ല സത്യം പറഞ്ഞാൽ. ഇതെന്തുവാണ് ഇത്? എൻ്റെ ചിക്കനാണ് ഇത്. ചിക്കൻ ഇങ്ങനെ തോന്നി വെച്ചിരിക്കുന്നത് കൊള്ളാമല്ലോ. റൈസ്, മന്തി റൈസ് ബാക്കി വെച്ച് കമ്പയർ ചെയ്താൽ മന്തി റൈസ് കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. NMR ബിരിയാണിയുടെ ഒരു ബിരിയാണി റൈസിൻ്റെ മണവും. മന്തിക്ക് വലിയ കളറും തോന്നുന്നില്ല, നോർമലായിട്ടാണ് കാണാം. എന്തായാലും മൈനീസ് ഇവിടെ മൈനീസ് ഡപ്പിയിൽ എന്ന് പറഞ്ഞാൽ പോലും ഇതിനകത്ത് തരുന്ന മൈനീസ് മതിയോ? മൈനീസ് വെള്ളം കണക്ക് ഒഴുകി വരുന്നു. നല്ല ടേസ്റ്റ് ഇല്ല മൈനീസിൻ്റെ. അങ്ങനെ മൈനീസിൻ്റെ ടേസ്റ്റ് ഉണ്ട്, പക്ഷേ വലിയ ഇതില്ല. ഇതെന്തുവാണ്? ഇത് കൊള്ളാം. എല്ലാ മന്തിക്കകത്തും വെച്ച് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് കുറച്ച് ഏറെ എരിവുണ്ട് ഈ തക്കാളിയുടെ സാധനത്തിന്. ഞാൻ മേടിച്ച അൽഫാം ഹണി അൽഫാമാണ്. അതിൻ്റെ ഒരു ചെറിയ പീസ് കരിഞ്ഞതിൻ്റെ ഒരു ടേസ്റ്റ് മണോ. ഓവറോൾ ക്വാളിറ്റി വൈസ് ഐ ആം 100% ഫുള്ളി ഡിസപ്പോയിൻറ്റഡ്. ബട്ട് ലെറ്റ്സ് സി ഹൗ ഇസ് ദ ടേസ്റ്റ് എങ്ങനെയുണ്ട്. ആദ്യം മന്തി റൈസ് ട്രൈ ചെയ്തിട്ട്. ആവറേജ് ആണ് സത്യം പറഞ്ഞാൽ. ഈ ചിക്കൻ ഈ മന്തി സേവ് ചെയ്യല്ലേ നോക്കാം നമുക്ക് കേട്ടോ. ബാക്കിയെല്ലാം ആവറേജ് ആണെന്ന് തോന്നുന്നു എനിക്ക്. ചിക്കന് മന്തിനെക്കാട്ടും നല്ല. എന്തായാലും ഈ ഹണി ചില്ലിയുടെ വലിയ ടേസ്റ്റ് ഒന്നും വരുന്നില്ല. അതിന് കുഴപ്പമില്ല. ഈ മന്തിയുടെ സ്കോർ നിങ്ങൾ ഏകദേശമൊക്കെ ഗസ് ചെയ്ത് കാണും. മന്തി എനിക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ മിക്കവാറും ഇതുവരെയുള്ള കഴിച്ച എല്ലാ മന്തി ഞാൻ ഫുള്ളും കഴിച്ചിട്ടുണ്ട്. ഫുള്ളും കഴിക്കുന്നുണ്ടോ ഇല്ലെന്ന് നിങ്ങൾ കമ്പയർ ചെയ്യേണ്ട, ഞാൻ എന്തായാലും കഴിക്കും. ഈ മന്തിക്ക് അത് പലയിടങ്ങളിൽ പറയാനൊന്നുമില്ല. തിരുവനന്തപുരത്ത് മന്തി ചിലപ്പോൾ ഇതിനെക്കാട്ടി വളരെ നല്ലതായിരിക്കും. നമ്മൾ ഓൾറെഡി കൊല്ലത്ത് കഴിച്ചുകൊണ്ടാണ് ഈ മന്തി തീർക്കട്ടെ. അടുത്ത ഡിസ്ട്രിക്റ്റിലോട്ട് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് അൽ ബുർജിൻ്റെ റിവ്യൂ പറയാം. ടേസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ എല്ലാ ഇപ്പോൾ ടോപ്പ് ലെവൽ മന്തി കഴിച്ചിരിക്കുന്നതുകൊണ്ട് എൻ്റെ ടേസ്റ്റ് ബഡ്സ് എല്ലാം പ്രീമിയം ടേസ്റ്റാണ്. അപ്പോൾ അത് വെച്ച്
ബാക്കിയുള്ള മന്തി വെച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഓക്കെ ചിക്കൻ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ചോറും ബാക്കിയുള്ളതൊക്കെ ഓക്കെ. സോ ഐ വുഡ് ഗിവ് ഇറ്റ് എ 6.5 ഫോർ ടേസ്റ്റ്. പിന്നെ ക്വാളിറ്റിക്കകത്ത് പറയാൻ കുറേയൊക്കെ ഉണ്ട് മോനെ. പ്ലാസ്റ്റിക് ചെറിയ ഡപ്പികളിനകത്ത് ക്വാണ്ടിറ്റി കുറവായിരുന്നു കേട്ടോ. മയനീസ് വെള്ളമായിരുന്നു, ക്വാണ്ടിറ്റി കുറവായിരുന്നു. പിന്നെ ചിക്കൻ അലുമിനിയം ഫോയിലിനകത്ത് റാപ്പ് ചെയ്ത് വന്നിരിക്കുമായിരുന്നു. എനിക്ക് മമ്മിഫൈ ചെയ്ത് തരേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ ചിക്കന് നല്ലതായിട്ട് തരണം. അപ്പോൾ അതെല്ലാം കൊണ്ട് ഐ വിൽ ഗിവ് ഇറ്റ് എ 5. സോ ഇറ്റ്സ് ലൈക്ക് 11.5, which is not at the top of the list അല്ല, which is not at the bottom of the list. hopefully it's somewhere at the below, അവിടെ എവിടെയാണ് താഴത്തെ എവിടെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും അൽബുർജ്, better luck next time. Let's go to the next district, which is my hometown, Alpur. Boys, കാണാൻ വ്യത്യാസം വല്ലതും ഉണ്ടോ? ഞാനും വിചാരിച്ച് കുറച്ച് ചേഞ്ച് ഒക്കെ ആയിക്കോട്ടെ എന്ന്. അതുകൊണ്ട് ഞാൻ ഇന്നലെ മുടിയും കൂടി ഒന്ന് വെട്ടി. മുടിയൊക്കെ വെട്ടി സെറ്റായിട്ട് നമ്മൾ എൻ്റെ ഹോം ടൗൺ ആലപ്പിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കുബാബ ട്രൈ ചെയ്യും. കുറേ ആൾക്കാർ അൽറാസിയൊക്കെ പറഞ്ഞു. അൽറാസി നമ്മൾ ഓൾറെഡി ട്രൈ ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ കുബാബയാണ് ചെയ്യാൻ പോകുന്നത്. കുബാബയിലെ കുഴിമന്തി ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ വരാം. ടേക്ക് അവേ ഇവിടെയാണല്ലോ. ഒരു 15 മിനിറ്റ് എടുക്കും, ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. അങ്ങനെ ആലപ്പുഴയിലെ കുബാബ ട്രൈ ചെയ്യേണ്ട സമയം എത്തിയിരിക്കുകയാണ്. ഇതെൻ്റെ 13ാമത്തെ മന്തിയാണ് ഈ ട്രിപ്പിൽ, 13ാമത്തെ ജില്ലയിൽ. ഇത് കഴിഞ്ഞ ഒരു ജില്ല മാത്രം. കുബാബയിൽ നിന്ന് എനിക്ക് എന്തായാലും ഡപ്പികളെല്ലാം കിട്ടിയത് ടൊമാറ്റോ ചട്നിയാണ്. കണ്ടിട്ടെന്തോ കുറച്ച് കടുപ്പം കൂടുതൽ. മന്തി റൈസ് കുറച്ച് കുറവായിട്ടോ, ബാക്കിയുള്ളത് കുറച്ച് കൂടുതൽ കിട്ടുമായിരുന്നു. കുബാബ എൻ്റെ നാട്ടിലുണ്ടായിട്ട് പോലും ഞാൻ അവിടുത്തെ മന്തി കഴിച്ചിട്ടില്ല. നല്ലതല്ലേ? എന്തായാലും നമുക്ക് പ്ലേറ്റിലൂടെ എടുക്കാം. കുറച്ചുകൂടി മതി, കുറച്ചേറെ ആയിപ്പോയി. മതി. ഇപ്രാവശ്യം ഞാൻ മേടിച്ച പെരി അല്ല, നോർമൽ അൽഫാം. ഇതിനും വലുതായിട്ട് മയനീസിൻ്റെ ഒരു തിക്കാണ്, പക്ഷെ മയനീസിൻ്റെ ഒരു സ്മെല്ലൊന്നും വലുതായിട്ടില്ല. ചെറിയ ഹെവി ടേസ്റ്റ് ഇല്ല മയനീസിൻ്റെ, അതാ ഉദ്ദേശം. ഇവിടെ തക്കാളിയുടെ മറ്റേ സ്പൈസി എരിവുള്ളതും കിട്ടും കേട്ടോ മോനെ. ഇത് നൈസ്, ഇതെനിക്ക് ഇഷ്ടമാണ്. ഇതുമായിട്ട് കഴിക്കുമ്പോൾ ഒരു ലെവൽ മാറും. നിങ്ങൾ ഉദ്ദേശിച്ച് തന്നെ ചെയ്യാൻ പോകുന്നത് ഫുൾ ഒഴിക്കും. ഇഷ്ടപ്പെട്ടു. ഇത് അതാ പറയുന്നത്, മന്തി റൈസിനകത്ത് ചിലതൊക്കെ എടുത്തു നിൽക്കും, പിന്നെ ബാക്കിയുള്ളതൊക്കെ നല്ലതാണ്. ചിക്കൻ ട്രൈ ആയിട്ടൊന്ന്. കുബാബയിൽ ഞാൻ വലയായിട്ടൊന്നും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. എന്താ അറിയത്തില്ല, ഞാൻ കഴിച്ചിട്ടേ ഇല്ല, അതുകൊണ്ട് വെറുതെ എക്സ്പെക്ട് ഒന്നും ചെയ്തില്ല. വളരെ നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയില്ല, എന്നാലും നല്ലതാണ്. ഇത് ഞാൻ ഫിനിഷ് ചെയ്തിട്ട് 13ാമത്തെ ഡിസ്ട്രിക്റ്റിലെ മന്തി എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയാം. സത്യം പറഞ്ഞാൽ നല്ലതായിരുന്നു, അങ്ങനെ കുഴപ്പം പറയാനൊന്നുമില്ല. സോ ഐ വിൽ ഗിവ് ഇറ്റ് 7.5 ഫോർ ടേസ്റ്റ്. പിന്നെ ക്വാളിറ്റിയും കുഴപ്പം പറയാനൊന്നുമില്ല. ഇറ്റ്സ് ഗുഡ്. ഐ വിൽ ഗിവ് ഇറ്റ് 7.5 ഫോർ ക്വാളിറ്റി ആസ് വെൽ. സോ ഇറ്റ്സ് എ ഫ്ലാറ്റ് ഔട്ട് 15. 15 വേറെ ആർക്കും കിട്ടിയിട്ടില്ലേ? ബാബ ഡിസപ്പോയിന്റ് ചെയ്തില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും നമുക്ക് അടുത്ത ഫൈനൽ സ്പോട്ടായ എറണാകുളത്തേക്ക് പോകാം. ഇത്രയും ഡ്രമാറ്റിക് ആയിട്ട് പറയേണ്ട ആവശ്യമുണ്ടോ? എറണാകുളത്തേക്ക് പോകാം. ഫൈനലി അവസാനത്തെ ഡെസ്റ്റിനേഷനായ എറണാകുളത്ത് എത്തിയിരിക്കുകയാണ്. നീണ്ട 14 ദിവസത്തെ യാത്ര. 14 ദിവസത്തിൽ 14 ഡിസ്ട്രിക്റ്റ് അല്ലേ ഞാൻ പ്രതീക്ഷിച്ചത്. 7 ദിവസത്തിൽ 14 ഡിസ്ട്രിക്റ്റാണ് പ്രതീക്ഷിച്ചത്. 14ാമത്തെ ദിവസം നമ്മൾ എറണാകുളത്ത് എത്തിയിരിക്കുകയാണ്. എറണാകുളത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് അൽ റീം. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം, അതെ അവിടെയാണ് അൽ റീം റെസ്റ്റോറൻറ്റ്, ദ റിയൽ അറേബ്യൻ ടേസ്റ്റ്. അവിടെ പോയിട്ട് നമ്മുടെ ഫൈനൽ മന്തി കഴിക്കുകയാണ്. ബേസിക്കലി എത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതുവരെയും മനസ്സിലാക്കാനുള്ള മന്തി തന്നെ കഴിച്ച് 14 പ്രാവശ്യം. അങ്ങനെ ഒരാൾ ഇത്രയും മന്തി, എനിക്കിപ്പം പ്രീമിയം ടേസ്റ്റാണ് മന്തിക്കകത്ത്. അതിപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അൽ റീമൊക്കെ ഞാൻ ജഡ്ജ് ചെയ്യുന്ന ഹൈ ക്വാളിറ്റി സ്റ്റാൻഡേർഡില്ല. എന്തായാലും ഞാൻ പോട്ടെ കേട്ടോ. ഒരു മന്തി കഴിക്കാൻ വേണ്ടി 50,000-60,000 രൂപ ചിലവായിരിക്കും. ഫൈനൽ റെസ്റ്റോറൻറ്റ് അൽ റീം. കുറച്ച് ചെളിയാണ്, ഫുള്ളും ചെളിയല്ല, തെന്നി വീണനേ ഇപ്പം. എന്തായാലും ഇവിടുത്തെ മന്തി എങ്ങനെ ഉണ്ടായിരിക്കും? നമ്മുടെ ലാസ്റ്റ് മന്തി കിട്ടിയിരിക്കുകയാണ്. ഈ മന്തി ഇനി ടോപ്പിലെത്തുമോ ഇല്ലേ, ഇത് മാത്രമേ ഉള്ളൂ ഇനി ജഡ്ജ് ചെയ്യാൻ. അല്ലെങ്കിൽ എൻ്റെ ടോപ്പ് ലിസ്റ്റിൽ ഓൾറെഡി ടോപ്പിൽ കിടക്കുന്നത് സൂഫി ആയിരിക്കും ബെസ്റ്റ് മന്തി ഇൻ കേരള കൊണ്ടുപോകുന്നത്. ഇനി ഒട്ടും വെച്ച് താമസിക്കേണ്ട, നമുക്ക് അൽ റീമിൻ്റെ മന്തി കഴിക്കാം. തുടക്കം തന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കിലാണ് തന്നിരിക്കുന്നത്. പക്ഷെ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ മോനെ ഇവർ ഈ സാധനമൊക്കെ 2 തന്നു കേട്ടോ. സാറിന് ആരും തന്നില്ലായിരുന്നു. തക്കാളിയൊക്കെ 2 തന്നിരിക്കുന്നു. അത് ഞാൻ നോട്ട് ചെയ്യുന്നതാണ്. ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ പോവാം. നല്ല വേണം. ഞാൻ പെരി മന്തിയാണ് മേടിച്ചിരിക്കുന്നത്. ചിക്കൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം, ടേസ്റ്റ് നോക്കട്ടെ. എന്നാലും ഇപ്പോഴത്തേക്ക് നമുക്കൊന്നും കുറ്റം പറയാനൊന്നുമില്ല, എല്ലാം നല്ലതൊക്കെ തന്നെ തോന്നുന്നത്. ജസ്റ്റ് പ്ലാസ്റ്റിക് വെച്ച് ബാക്കിയെല്ലാം നല്ലതാണ്. അത്രയ്ക്ക് കട്ടി വേണമെന്നില്ല സത്യം പറഞ്ഞാൽ, കുറച്ച് ലിക്വിഡ് ആയാലും നല്ലത്. സൈഡിൽ നിന്ന് മണം വരുന്നേ ഉള്ളൂ മൈനീസിൻ്റെ, അല്ല വെള്ളമാണ്. ഞാൻ നീ കള്ളം പറയുന്നൊന്നുമില്ല കേട്ടോ. പ്രീമിയം ടേസ്റ്റ് ബഡ്സ്. അപ്പം ഏറ്റവും ഓരോരോ കടക്കാർ ഓരോരോ ലെവലിൽ തരുമ്പോൾ നമുക്ക് ആ ലെവലിൽ തന്നെ പറയണം. ഇപ്പോൾ വേറെ ഒരു മന്തിയും കഴിക്കാതെ ഇവിടെ ഒന്ന് കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല.
ഇത്ര മന്തിയെ കഴിച്ച സ്ഥിതിക്ക് കുറച്ചൊക്കെ വിട്ട് കെട്ട് ദൈവമേ, എന്താ ഇത് മൽപ്പിടുത്തം. ഒരു കാറിൽ നിന്ന് കഴിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് ആരറിയും. അപ്പോൾ സമയത്തിരിക്കുകയാണ് അൽ റീമിൻ്റെ മന്തി കഴിക്കാൻ. ചിക്കൻ നോക്കട്ടെ. ചിക്കനും ടേസ്റ്റ് നല്ലയാ, പക്ഷേ ഈ അരപ്പ് കുറച്ച് പച്ചയായിട്ടാണ് ഇരിക്കുന്നതിൽ ഡൗട്ട് ഉണ്ട് എനിക്ക്. ലൈക്ക് ഇത് ആ ടൈപ്പ് മന്തിയാണ്. നിങ്ങൾക്ക് മന്തി ഫുൾ റൈസിൽ നിന്ന് വെറുതെ നിന്ന് തീർക്കുക. അവസാനത്തെ മന്തിക്ക് ടേസ്റ്റ് ഉള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ട്. എന്തായാലും ഞാൻ ഇത് കഴിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ റിവ്യൂ പറയാം, ഫൈനൽ റിവ്യൂ. അൽ റീമിൻ്റെ മന്തി കഴിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്, മയനൈസിന് വലിയ മണമില്ലെങ്കിൽ പോലും, അല്ല അത്രയ്ക്ക് ഫീൽ ഇല്ലെങ്കിൽ പോലും നല്ല നൈസായിരുന്നു, കഴിക്കാൻ നൈസായിരുന്നു, അത് ഞാൻ പറയും. പിന്നെ ഇതുവരെ കഴിച്ച മന്തികളിൽ നിന്ന് എനിക്ക് തോന്നുന്നു അൽ റീമിൻ്റെ റൈസ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പക്ഷെ ചിക്കനൊക്കെ എനിക്ക് സൂപ്പിയുടെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പം ഓവറോൾ ഐ വുഡ് ഗിവ് ഇറ്റ് 8.5 ഫോർ ടേസ്റ്റ്. ഞാൻ 9 കൊടുത്തേനെ ഇഫ് ഇറ്റ് വാസ് ലൈക്ക് ബെറ്റർ ചിക്കൻ. ചിക്കൻ കൊള്ളാം, സൂപ്പിയുടെ ആയിരുന്നു ബെറ്റർ. ഇനി ക്വാളിറ്റിക്ക് അതെനിക്ക് പ്ലാസ്റ്റിക് കിട്ടുന്ന പോലെ ഇഷ്ടമൊന്നുമല്ല. അപ്പോൾ അത് മെയിൻ റീസൺ. അതല്ലാതെ പിന്നെ എനിക്ക് കൂടുതൽ കുറച്ചേറെ ക്വാണ്ടിറ്റി വരെ വന്നിട്ടുണ്ട്, മൈനസിനായാലും മറ്റേതായാലും. അപ്പോൾ അതും കൂടി ഞാൻ കൺസിഡർ ചെയ്തുകൊണ്ട് ഐ വിൽ ഗിവ് ഇറ്റ് എ 6 8.5 14.5. വയ്യ മോനെ, അവർ ഈ പ്ലാസ്റ്റിക്കുമായി ഡപ്പിലാക്കിയിരുന്നെങ്കിൽ സെക്കൻഡ് എങ്കിലും കിട്ടിയിരുന്നു കേട്ടോ മോനെ. ഫൈനലി അവർ വീഡിയോ ഇസ് കമ്മിങ് ടു an end and the best mandi in Kerala is served by Sufi in my biased opinion. Let's go. Take care. See you guys next time. Bye.